ഫീമെയിലിന് 2 എക്സ് ക്രോമസോമുകളാണുള്ളത്. മെയിലിന് ഒരു എക്സ് ക്രോമസോമും ഒരു വൈ ക്രോമസോമും. ഓക്കെ. പ്രത്യുൽപാദന സമയത്ത് ഒരു ക്രോമസോം മെയിലിൽ നിന്നും മറ്റൊന്ന് ഫീമെയിലിൽ നിന്നുമാണ് ഉണ്ടാവുന്നത്. മനസ്സിലായോ? ഇതാണ് ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന്റെ ജെൻഡർ തീരുമാനിക്കുന്നത്. ഇതിൽ എക്സും എക്സുമാണ് ഉണ്ടാവുന്നതെങ്കിൽ പെൺകുട്ടിയും എക്സും വൈയുമാണ് ചേരുന്നതെങ്കിൽ ആൺകുട്ടിയുമാണ് ഉണ്ടാവുന്നത്. മനസ്സിലായില്ലേ? ഈ ഡയഗ്രാം എല്ലാരും ഒന്ന് വരച്ചെടുക്കുക. എക്സ് എക്സും കൂടി ചേർന്ന് എന്നെ പോലെ ഒരു പെൺകുട്ടി ഉണ്ടായാൽ മതി. നിനക്കോ? അയ്യോ, ഒന്ന് മിണ്ടാണ്ടിരിക്കും. ടീച്ചർ. യെസ്. മിസ്സിന് എക്സും എക്സും ഒരിക്കലും എക്സും വൈ. ആദ്യ സുരേഷ് കുമാർ. മിസ്, അച്ഛൻ വന്നിട്ടുണ്ട്, കൂട്ടിക്കൊണ്ടു. ഞാൻ വിളിക്കാട്ടോ. ശരി ശരി. എന്തായാലും നാളെ ട്രീറ്റ് ഉണ്ട് കേട്ടോ. ശരി മിസ്. അച്ഛാ, അച്ഛാ, എന്തിനാ ഇത്ര വലിയ സസ്പെൻസ്? ഒന്ന് പറയച്ചാ. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഒരു 10 മിനിറ്റ് നീ ഒന്ന് വെയിറ്റ് ചെയ്യേ. പറ്റില്ല, എനിക്ക് ഇപ്പൊ തന്നെ അറിയണം. ഇപ്പൊ എത്തും ഹോസ്പിറ്റലില്, ഒരു 5 മിനിറ്റ്. അച്ഛാ, എക്സും എക്സും ആണോ എക്സും വൈയും ആണോ? എന്താ എക്സും എക്സും ആണെങ്കിൽ പെൺകുട്ടിയാണ്, എക്സും വൈയും ആണെങ്കിൽ ആൺകുട്ടിയാ. ഇന്ന് സ്കൂളിൽ പഠിപ്പിച്ചതാ. അങ്ങനെയാണെങ്കിൽ എക്സും എക്സും. ശരിക്കും? ആ. ഞാൻ ഒന്ന് മാവ എടുത്തോട്ടെ. കൊള്ളാം, നീ എടുക്കുമോളെ, നിന്റെ കുഞ്ഞല്ലേ. ചിമ്മി വീടരും പൂമിഴിയിൽ
സിന്ധു ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം ആഹാ, പറഞ്ഞു. ഇത് കൊള്ളാലോ. ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ. ഇത് ഇപ്പൊ തന്നെ ഒന്ന് പോസ്റ്റ് ചെയ്തേക്കാം. എന്റെ പൊന്നു സിന്ധു നീ ഇൻസ്റ്റയിൽ കുത്തിക്കൊണ്ടിരിക്കാതെ ഇത് കഴിച്ചു നോക്കിട്ട് ഒരു അഭിപ്രായം പറ. ഞാൻ മാത്രം കഴിച്ചാൽ മതിയോ? എന്റെ ഫാൻസ് അറിയണ്ടേ ഞാൻ എന്താ ആ, കഴിച്ചതെന്ന്. കഴിച്ച് ആ ഇപ്പൊ പറയാവേ. സൂപ്പർ ഏ? കൊള്ളാവോ? അയ്യോ സൂപ്പറാ. അമ്മയ്ക്ക് കൊടുക്കാം. അമ്മ ഇന്ന് ഞെട്ടും കണ്ടു. ഞെട്ടും. അടിപൊളി. എടി ശരിക്കും സൂപ്പർ ആയിട്ടുണ്ടോ? സൂപ്പർ. ടണ്ടടേ. എന്തുവാ ഇത്? കഴിച്ചു നോക്ക്. ആ. അത്ര പോരാ. മോനുണ്ടാക്കിയതാ. കൊള്ളാം. അതെനിക്ക് അറിഞ്ഞുകൂടെ എന്റെ മോനുണ്ടാക്കിയതാണ് ഉഗ്ര സാധനം. ആദ്യം മോളെ ഒന്ന് കഴിച്ചു നോക്കിയേ. എനിക്ക് വേണ്ടേ? അമ്മ ഉണ്ടാക്കിയതല്ലേ അച്ഛൻ ഉണ്ടാക്കിയതാ? അതുകൊണ്ട് തന്നെ വേണ്ടെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് കൊണ്ടുവാ. നിനക്കും നമ്മൾ വേണ്ടേ? എടുക്കട്ടെ. അത് ശരി. നാളെ ലോകം അറിയാൻ പോകുന്ന ഒരു ഷെഫിനെയാണ് നിങ്ങൾ എല്ലാരും കൂടെ നിർത്തി അപമാനിച്ചു നോട്ടോ. വേണ്ട ആരും കഴിക്കണ്ട, ഞാൻ തന്നെ കഴിച്ചോളാം. വേണ്ട 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 വേണ്ട. ഇല്ല, ഇല്ല. എൻ്റെ അമ്മേ. അയ്യോ അയ്യോ അടുത്ത് അച്ഛാ കഴിഞ്ഞ കൊറേ നേരം മോൾ എന്തായാലും നേരം എന്നറിയോ മസിൽ പിടിച്ച്. ആ വയറിനുള്ള എക്സസൈസ് ചെയ്തോ? വയറിനുള്ള എന്തിനാ ചെയ്യുന്നത്? വയറ് ഇല്ലല്ലോ ഇപ്പോ. ആ ശ്വാസം ഒന്ന് വിട്ടേ. കണ്ട അല്ല അത് മുമ്പത്തെ അത്ര ഇല്ലല്ലോടി. അത് ഞാനിങ്ങനെ നിർത്തി ചെയ്യിപ്പിക്കണോണ്ടല്ലേ. എന്റെ ഫ്രണ്ട്സ് ഒക്കെ എപ്പോഴും ചോദിക്കുമായിരുന്നു അച്ഛൻ എന്നാ പ്രസവിക്കണേന്ന്. വയറ് കൊളസ്ട്രോൾ ഒന്നും കുറച്ചില്ലെങ്കിൽ അറ്റാക്ക് വന്ന് മരിച്ചു പോവേ. ഓ എന്റെ പൊന്നോ ഞാൻ ചെയ്തോളാം. നീ പറയുന്ന കേട്ട് ടെൻഷൻ അടിച്ച് മനുഷ്യൻ തട്ടിപ്പോ. ഞാൻ ചെയ്തോളാം. നീ കണ്ണടച്ചിരുന്നോ. അമ്മേ ചായ. ആ. ചേട്ടാ ചായ കുടിക്കും. ആ ചായ കുടിക്കാം. അച്ഛാ കണ്ണു തുറന്നാ. ആ ജമ്പിങ് ജാക്സ് ഒരു 25 തവണ കൂടെ ചെയ്യും, എന്നിട്ട് ചായ കുടിച്ചാ മതി. അല്ല എന്റെ മോളെ അവനെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റൂ. മോളെങ്കിലും നേരെ ഇവയെല്ലാം ചെയ്യാൻ നോക്ക്. അതെ. ചായ അച്ഛാ. തണുത്ത് പോവും. ഓ ചായ തണുക്കൂല, അമ്മ കുടിച്ചോ? ആ അതേതായാലും നന്നായി. അമ്മേ 3 ന്യൂസ് പേപ്പറും വായിച്ചു കഴിഞ്ഞോ? ഒരു ന്യൂസ് പോലും വിടല്ലേ. അമ്മേ അച്ചു എഴുന്നേറ്റോ? എവിടെ? ഇപ്പോഴും നല്ല ഉറക്കമാ. എന്താ മനുഷ്യ സുസ്ഥായിട്ടൊന്നും ഉറങ്ങാൻ സമ്മതിക്കില്ല. മതി ഇറങ്ങിയത്. എണീറ്റേ നല്ല വന്നു വെച്ചത് ഒന്നുകൂടെ നിന്റെ ഉറക്കം ഞാൻ കളഞ്ഞു. എണീറ്റ് മതി മതി മതി. ചേടി മതി. നോക്കട്ടെ. ഈ കമ്മല് വേണ്ട. എന്താ എന്റെ ഇഷ്ടത്തിന് ഞാൻ എന്തെങ്കിലും ചെയ്തോട്ടെ. ഞാൻ പറയണ കേക്കച്ചു. ഇത് കൊള്ളില്ല. ഇതാ നല്ലത്. ഈ മുടി മാറ്റാം നമുക്ക്. വേണ്ട. നസീബണ്ണ അച്ചു നല്ലത്.
സുന്ദരിയായി. ഈ പുട്ട് നല്ല സോഫ്റ്റ് അല്ലേ? ആ അതെ അതെ നന്നായിട്ടുണ്ട്. പഞ്ഞി പോലെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നീ പുട്ടുണ്ടാക്കിയ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. ഷോ ആണോ ഏട്ടാ? പിന്നെ ഓടുന്നു അപ്പോഴെങ്ങനത്തെ ഇച്ചിരൂടെ കഴിക്കേട്ടാ. അയ്യോ പോരാ, ഇന്നത്തെ കടലക്കറി തീരെ പോരാ, വെരി ബാഡ്. ശരിയാ, ലീലാമ്മച്ചി ഉണ്ടാക്കണതിന്റെ അത്രയും ടേസ്റ്റ് പോരാ. ലീലാമ്മച്ചി ഉണ്ടാക്കുന്ന കറിയൊക്കെ എന്നാ മോളെ മോശമായിരിക്കുന്നത്. അതാണ്. ഞാനും അത് പറയാൻ തുടങ്ങുമായിരുന്നു. കറിക്ക് എന്തോ ഒരു ഒരു കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. കഴിച്ച് വരുമ്പം ടേസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഒന്ന് കഴിച്ചു നോക്കിയാ. ഇത് എന്ത് ടെക്നിക്കാണ് ഇത്? കൊള്ളാം. ഇതൊക്കെ എങ്ങനെ പറ്റുന്നില്ല നിനക്ക്? സമ്മതിക്കണം കേട്ടോ നിന്നെ. അച്ഛാ, എന്തിനാ അമ്മ ഇങ്ങനെ പേടിക്കണേ? പേടിയോ? എനിക്കോ? ആ ഒന്ന് പോടിയോട്. എന്റെ പൊന്നു മോളെ, ഇത് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല. പ്രേമിച്ച് നടന്ന കാലം മുതലുള്ളതാ ഈ പേടി. എന്റെ അമ്മ ഇത് അതൊന്നും അല്ല അല്ലടി. പേടിയൊന്നും അല്ല, സ്നേഹം കൊണ്ടാ അല്ലേ സുരേഷ് ഏട്ടാ? പിന്നെ ആണോ? അയ്യോടാ. എന്നാ ഒരു കാര്യം ചെയ്യും, നാളെ മുതൽ അമ്മൂമ്മയും മക്കളോട് അങ്ങ് അടുക്കള കയറ്. ചൂടുണ്ടമ്മേ. നന്നായിട്ട് കുടിക്ക. എരി എരി. എരിയും. ഇത് പറയുമ്പോ എല്ലാവർക്കും എരിയും. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. യെസ് പ്രൊസീഡ്. എനിക്കിവിടെ ഒരു സ്വാതന്ത്ര്യം വേണം. സ്വാതന്ത്ര്യം വേണം. സ്വാതന്ത്ര്യം വേണം. സ്വാതന്ത്ര്യം വേണം. സ്വാതന്ത്ര്യം വേണം. സ്വാതന്ത്ര്യോ? 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 മോള് എന്താ ഉദ്ദേശിച്ചത്? കേട്ടിട്ടില്ലേ? സ്വാതന്ത്ര്യം, ഫ്രീഡം. കുറച്ചൊക്കെ എന്റെ അഭിപ്രായത്തിന് വില തരണം. പക്ഷെ നിങ്ങൾ അങ്ങനാണോ? എന്റെ സകല കാര്യം തീരുമാനിക്കുന്ന ആദ്യം ചെയ്യാം. എന്റെ ഡ്രസ്സും എന്റെ ഹെയർ സ്റ്റൈലും ഒക്കെ എന്റെ ഇഷ്ടാ, അല്ലാതെ ആദ്യച്ചിട്ട് ഇഷ്ടമല്ല. അതുകൊണ്ട് ആദ്യച്ചിട്ട് കയ്യിൽ നിന്ന് എനിക്ക് ഉറപ്പായിട്ട് ഫ്രീഡം വേണം. എടി കുഞ്ഞു കാന്താരി, ഈ ഇരിക്കുന്ന ആദ്യേച്ചി നിന്റെ ചേച്ചിയല്ലേ? അപ്പൊ കുറച്ച് ശ്രദ്ധയൊക്കെ കൂടും മക്കളെ. ആ അത് സ്വാഭാവികം. അതെ സ്വാഭാവികം. അവളുടെ ഒരു സ്വാതന്ത്ര്യം. എടി, നിന്റെ വർത്തമാനം കേട്ടതൊന്നും നിനക്ക് 30-35 വയസ്സായിന്ന്. ആകെ ഇച്ചിരിയല്ലേ ഉള്ളൂ. പ്രായത്തിനനുസരിച്ച് സംസാരിച്ച് പഠിക്കാതെ. എന്നിട്ട് ഞാൻ ആലോചിക്കാം നിനക്ക് സ്വാതന്ത്ര്യം തരണോ വേണ്ടയോ കേട്ടോ. മോളെ, ചേച്ചി സ്നേഹം കൊണ്ട് ചെയ്യുന്നതല്ലേ, സാരമില്ല, മോള് കഴിക്കും. സ്നേഹമൊന്നും അല്ല അച്ഛാ, കുശുമ്പ കുശുമ്പ്. ഞാൻ നല്ലോണം ഡ്രസ് ചെയ്താ ചേച്ചിയുടെ ഗ്ലാമർ അങ്ങ് പോവും. എനിക്ക് എന്റെ സൗന്ദര്യം കൂടിപ്പോയി. അതെന്റെ കുഴപ്പമല്ലല്ലോ. ഒരിക്കലും അല്ല. അത് നമ്മളെ അച്ഛൻ വീട്ടുകാർക്ക് സൗന്ദര്യം എന്ന് പറയുന്നതേ പാരമ്പര്യമായിട്ട് കിട്ടിയതാ മക്കളെ. വെള്ളോ? ചുമക്കും ചുമക്കും. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ചേച്ചിയുടെ ഭാഗത്താന്ന്. കഴിച്ചിട്ട് പോടി. തന്നെ കഴിച്ചോ. എന്തുവാടി ഇത്? അച്ചു, white shoes. പഠിക്കുന്ന റഹോത്തിന് തന്നെ ചെറിയ നോട്ടമുണ്ട്. അയ്യേ, നിന്നെയോ? അതെന്താടാ, സുന്ദരി പിള്ളേരെ നോക്കാൻ എല്ലായിടത്തും ആളുകളോ? അശ്വയ്ക്ക് എന്ത് പറ്റി? ഇന്നൊരു മൂടില്ലല്ലോ. ആദ്യച്ചായിട്ട് രാവിലെ തന്നെ ഉടക്കിയിട്ടുണ്ടാവും, അതാണല്ലോ പതിവ്. എനിക്ക് മടുത്തു. ആദ്യച്ച് കാരണം ഇപ്പൊ ഒരു ഫ്രീഡും ഇല്ല. ഇതിനെ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ അപ്പനാ കൊച്ചുകുട്ടി. എങ്ങനെയെങ്കിലും വലുതാവണം. പെട്ടെന്ന് വലുതാവാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോടാ? അങ്ങനെ പെട്ടെന്നൊന്നും വലുതാവല്ലേ അക്ഷരേ. പെട്ടെന്ന് വലുതായി കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മളോടുള്ള ഇഷ്ടം കുറയും. പതുക്കെ പതുക്കെ വലുതായാൽ മതി. ഇനിയിപ്പോൾ ആരും അങ്ങനെ വലുതായില്ലെങ്കിലും കുഴപ്പമില്ല. ഒന്ന് പോടാ. പെട്ടെന്ന് വലുതാവണം. പെട്ടെന്ന് വലുതായാലും സ്വാതന്ത്ര്യം കിട്ടത്തുള്ളൂ. എങ്ങനെയെങ്കിലും ചേച്ചിയുടെ എസ്കേപ്പ് ആവണം. അവള് വരുന്നുണ്ട്. സീരിയസ് ആയിട്ട് സംസാരിക്കണം. ഞാൻ ഇറങ്ങുകയാണേ. മോളെ മോളെ ഇവിടെ ഇരിക്കേ. എന്താ? അതെ, അച്ഛനൊരു കാര്യം പറയാനുണ്ട്. എന്താ? അത് സീരിയസാ.
ഭയങ്കര സീരിയസ് ആണോ? ആ സീരിയസ് ആണ്. എന്നാ പറ. മോക്കിപ്പോ 10-23 വയസ്സായി. ആണോ? പിന്നെ 23 വയസ്സായി. 23 24. 24 24 വയസ്സായി. അപ്പോൾ ഇനി നമുക്ക് സീരിയസ് ആയിട്ട് മോടെ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കണ്ടേ? എന്നായാലും നീ ഒരു കല്യാണം കഴിക്കണമല്ലോ. എന്നാ ആരാ പറഞ്ഞേ? കല്യാണം കഴിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഡീ പ്രായമായി കഴിഞ്ഞാൽ മൂത്ത് നിറച്ചുള്ള ചെറുക്കന്മാരെ കിട്ടും, അത്രേ ഉള്ളൂ. ആ അതല്ല മോളെ, ഈ 24 വയസ്സിൽ നിന്റെ കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരു 40 വയസ്സിൽ നിനക്ക് മാലയോഗം ഉള്ളൂ. ഒരു ജോത്സ്യൻ അച്ഛനോട് പറഞ്ഞതാ. എന്റെ അച്ഛതൊക്കെ ജോത്സ്യന്മാര് ചുമ്മാ പറയണതാ. അതൊക്കെ കേട്ട് വിശ്വസിക്കുന്ന ഓരോ പൊട്ടന്മാരും. നീ പൊട്ടെന്ന് ഉദ്ദേശിച്ച എന്നെ അല്ലല്ലോ. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. നീ അച്ഛൻ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ എന്ത് ചെയ്യാനാ? അച്ഛനെ എന്തോ കല്യാണം കഴിക്കേണ്ടത് അവള്, അതെപ്പ വേണമെന്ന് തീരുമാനിക്കേണ്ടതും അവള്. മോളെ, ഇക്കാര്യത്തിൽ നീ ഒരാളിന്റെ അഭിപ്രായം കേൾക്കാൻ നിൽക്കണ്ട. ഇത് നിന്റെ സ്വാതന്ത്ര്യമാ, മനസ്സിലായല്ലോ? ആ ലീലാമ്മച്ചി പറഞ്ഞത് കേട്ടല്ലോ, പോരെ? പിന്നെ അമ്മ പറയുന്ന പോലെ പോട്ടല്ലേ. അമ്മേ, എനിക്ക് കുറച്ച് സമയം എന്തായോ? പറ്റി ചെക്കനെ കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പോയിട്ട് വരെ. പോയിട്ട് വാ മോളെ. ബൈ മോളെ. ടാറ്റാ. ഇന്നെന്റെ കാര്യം ശുഭം. Shake off my tail lights, all that you will see. On Lamborghini, make it have a call over the streets. Please through the rabbit day, I'm one with this energy. Pumping massive running every nook and corner, every game you see. Yeah, this big on. This is my life and this is my time. Yeah, yeah. മിസ്റ്റർ ജോൺ സാർ അവിടെയാണ്. എവിടെ? അവിടെ. എവിടെ ഉണ്ട്? ആ ഗിരീഷോ സാർ? വാടോ. സാർ വണ്ടി സർവീസ് ചെയ്ത് പക്കയായിട്ടുണ്ട്. ആ വാ നോക്കാം. അല്ല, ഞാൻ പേഴ്സണലി വന്നത് ഈ വണ്ടിയുടെ തന്നെ ലേറ്റസ്റ്റ് വേർഷൻ അടുത്ത മാസം ലോഞ്ചിങ് ആണല്ലോ. അപ്പോ സാറും മമ്മൂക്കൊക്കെ. നീ എന്തുദ്ദേശിക്കണേ? അതല്ല, സാറും മമ്മൂക്കൊക്കെ ഈ സെൽഫ് ഡ്രൈവ് ഇഷ്ടപ്പെടുന്നവരാണല്ലോ. പിന്നെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഒക്കെ ഫോളോ ചെയ്യണമുണ്ട്. പിന്നെ നമ്മുടെ ജനറേഷന് ഈ അപ്ഡേറ്റ്സ് ഒക്കെ മസ്റ്റ് ആണല്ലോ. മോനെ ഗിരീഷ്, എന്തോ നമ്മുടെ ജ്വല്ലറി ടാഗ് ലൈൻ അങ്ങനെ തന്നെയാണ്, ജ്വല്ലറി ഫോർ എവറി ജനറേഷൻ. എന്നാലും നമുക്കൊന്ന് നോക്കാതെ. അത് മതി. ഒരു സെൽഫി എടുത്താലോ? എന്തിനാണ് സെൽഫി? അല്ല, ഇൻസ്റ്റാഗ്രാമിലൊന്ന് പോസ്റ്റ് വെച്ചിട്ടാ. വാ. ഇവിടെ അല്ല, കാറിന്റെ ഒപ്പം നിന്ന്. അപ്പൊ ഞാൻ പോരെ? അയ്യോ അത് മതി. എന്നാലും നടക്ക്. ഒരു മിനിറ്റ് പിടിച്ചോട്ടെ. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ് മിസ്സേ. ഒരു മിനിറ്റ്, എന്റെ കോൺസെൻട്രേഷൻ പോവും. ഞാനത് ഫിനിഷ് ചെയ്തോട്ടെ. എല്ലാരും സബ്മിറ്റ് ചെയ്തോ? ഇനി ആരും ഇല്ലല്ലോ അല്ലേ? ഇല്ല. ശരി. മിസ് ഇത് 5A ക്ലാസ് ലീഡറാ അക്ഷര. നല്ല മിടുക്കിയ അക്ഷര. ഇത് എലീന മിസ്, നമ്മുടെ പുതിയ സയൻസ് ടീച്ചറാ. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്. നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ അക്ഷര. ഡ്രസ്സും ഷൂസും ഹെയർ സ്റ്റൈലൊക്കെ നല്ല ക്യൂട്ടായിട്ടുണ്ട് അല്ലേ? മാത്രമല്ല ഭയങ്കര മിടുക്കിയ ക്ലാസ് ടോപ്പറാ. വെരി ഗുഡ്. കീപ് ഇറ്റ് അപ്പ് അക്ഷര. താങ്ക് യു മിസ്. ശരി മിസ്. തേർഡ് പ്ലേസ് രാഹുൽ, 23 out of 25. താങ്ക് യു മിസ്. സെക്കൻഡ് പ്ലേസ് എൽസ മറിയം, 24 out of 25. താങ്ക് യു മിസ്. ഫസ്റ്റ് പ്ലേസ് ആർക്കായിരിക്കും? അക്ഷര, 25 out of 25. എല്ലാരും ഒന്ന് ക്ലാപ്പ് ചെയ്തേ. സൗമ്യ, ഈ കറുപ്പത്ര പോരാ. കഴിഞ്ഞ ആഴ്ച ഇട്ടില്ലേ ഗ്രീൻ ചുരിദാർ? യെസ്. കുറച്ചു നേരം കത്തിയടി ഒന്ന് നിർത്താവോ? പ്രേമിക്കുകയില്ല, പ്രേമിക്കാനോട്ട് സമ്മതിക്കുകയില്ല. ആ കറക്റ്റ് പാർട്ടിയാ. ഹലോ അളിയാ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? പറഞ്ഞ കാര്യമൊന്നും ആയില്ല. അതിനെ കുറച്ച് സമയം പിടിക്കും. അതെ, വളരെ സീരിയസ് ആണ്. ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ടാണ്. ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അതിന് അതിൻ്റെതായ ചെലവുകളൊക്കെ ഉണ്ട്. അത് പ്രശ്നമല്ല, എന്ത് വേണേ ചെയ്യാം.
ഒന്ന് ശ്രമിക്കണ. ശരി, ഓക്കെ, ഞാൻ നോക്കാം. നീ വെക്ക്. അതായത് നമ്മുടെ ഒരു കൂട്ടുകാരനെ ഒരു പെങ്കുച്ചനെ ഭയങ്കര ഇഷ്ടം. അപ്പൊ അതിനെ വളയ്ക്കാനുള്ള ഐഡിയ എന്നോട് ചോദിച്ചതാ. ഞാനാണല്ലോ ഈ പെൺകുട്ടികളെയൊക്കെ വളയ്ക്കാനുള്ള ഐഡിയ പറഞ്ഞു കൊടുക്കുന്ന ആള്. നമുക്ക് ഒന്നും സെറ്റാകുന്നില്ല. അപ്പോഴെങ്കിലും ഒന്ന് ഇട്ട് നോക്കാം. ആദ്യക്ക് ഈ പ്രണയത്തിനോട് എങ്ങനെയാ ഇഷ്ടം? അല്ല, ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. വെറുതെ ചോദിച്ചാ. ആദ്യ ഇതൊന്നും നോക്കി എങ്ങനെയുണ്ട്? ഈ ആനയ്ക്ക് 2 ചിറക് കൂടെ വെച്ചു കൊടുത്തേക്ക്. ചിറക് വെച്ച് പറക്കണ ആനയെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം. സൗമ്യ, ഞാൻ പോവുകയാണേ. ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവത്തില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോണേ. എവിടെ പോവാ? ഡബിങ്. ഓ, കിട്ടുമ്പോയിലോ പൂപ്പിയോ? ഇത് രണ്ടുമല്ല, പുതിയ റൈറ്റാ. ബാലു കരടി കാട്ടിലെ ദാദാ. അതെയല്ലേ, കറക്റ്റ് ആയിരിക്കും. ഇന്നത്തോടെ അവസാനിപ്പിക്കണ ഈ റീലെടുപ്പ്. ഇവന് വേറെ ഒരു പണിയില്ല. ഇതൊന്ന് ശരിയാക്കട്ടെ. നീ റെഡിയാണോ? റെഡി മോളെ, റെഡിയാണേ. റെഡി, ആക്ഷൻ. ഇതെന്താണ്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? അതെ, അല്ലാന്ന് തോന്നാൻ മാഷ്ക്ക് ഭഗവതിയെ മുമ്പ് കണ്ട പരിചയമൊന്നുമില്ലല്ലോ. ഉവ്വോ? സത്യം. ആ ശ്രീത്വം വിളങ്ങുന്ന മുഖം, അഴിഞ്ഞു വീണ കേശഭാരം, വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവിക ഭാവം എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ. ഇത് വെള്ളരിക്കണ്ടത്തിലെ കണ്ണേറ് കോലം പോലെ. കോലത്തെ അടിച്ചൊലിക്കാരിയാ. അത് കറക്റ്റ്. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 3 കെയാ കിട്ടിയ, ഈ പ്രാവശ്യം 5 കെയാ. ഞാൻ സൂപ്പർ ആയിട്ടുണ്ട്. പക്ഷെ അമ്മ നല്ല ബോറായി. പ്രായത്തിൽ കഴിഞ്ഞ ഗോപ്രായൊക്കെ കാണിച്ച് നാട്ടുകാരെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. അമ്മ ചുമ്മാ പറയുന്നില്ല. പിന്നെ കാലക്കിട്ടു. പിന്നെ കഴിഞ്ഞ അത് കഴിഞ്ഞിട്ടില്ല. ഇത് ന്യൂസ് കാണുന്ന സമയ. എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾ കഴിക്കരുതെന്ന് എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. എടി, കുരു വരും. പിന്നെ നിന്റെ ഈ ഭംഗിയൊക്കെ അങ്ങ് പോവും. എന്നെ ഒന്ന് ഉപദ്രവിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല, ഞാനിതൊക്കെ കഴിക്കേണ്ട പ്രായ. ആരാ പറഞ്ഞേ? അച്ഛാ, ഇത് നോക്കിക്കേ, ഇങ്ങോട്ട് വന്നേ. കവർ ഇങ്ങോട്ട് തരൂല. അച്ഛാ, ഞാൻ കണ്ടുകൊടുന്ന കാർട്ടൂണി ആദ്യം മാറ്റി എന്നിട്ട് സ്നാക്സ് എടുത്ത്. എന്താ മോളെ അങ്ങോട്ട് കൊടുത്തേ? അച്ഛൻ നല്ല എണ്ണയിൽ വറുത്ത സാധനങ്ങളൊന്നും അല്ല. ഇവളുടെ വയറ് നാശാവില്ലേ? പിന്നെ കുട്ടികളായി കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് ഒക്കെ അറിഞ്ഞിരിക്കണം. അതിനെ ന്യൂസ് തന്നെ കാണണം, അല്ലേ? അത് വേണം. എല്ലാരും ചേച്ചിയുടെ വാർത്ത. ആരത് ഇങ്ങോട്ടേക്ക് വാങ്ങിക്കൊണ്ടിരുന്നേ? അച്ഛനാണോ? ഞാൻ അങ്ങോട്ട് കളഞ്ഞേക്കാം. വേണ്ട, അച്ഛൻ എങ്ങോട്ടാ കളയണെന്ന് എനിക്കറിയാം. ഇത് ഞാൻ കളഞ്ഞോളാം. അല്ല, ഞാൻ ഒരു സ്വാതന്ത്ര്യമില്ലാത്ത വീട്. എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാൽ പറ്റത്തുള്ളൂ. എല്ലാരും ചേച്ചിയുടെ സപ്പോർട്ടാ. ഈ മഞ്ഞ ബുക്കല്ലേ മുന്നിരുന്ന്? അതെങ്ങനെ നീല വന്നു? എന്തടി? എന്റെ ഡയറി എടുത്ത് പിന്നെ വായിച്ചല്ലേ? ഞാനോ? ഒന്ന് പോടി. ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്റെ ഡയറി എടുത്ത് എന്റെ അനുവാദമില്ല വായിക്കില്ലെന്ന്. എടി, ഞാൻ വായിച്ചിട്ടില്ലെന്ന്. നോണാ, ദേ നോക്ക്. ഇത് ഓഗസ്റ്റ് 25 അതങ്ങനെ സെപ്റ്റംബർ 7 മാത്രമല്ല, ഇന്ന മോളിൽ ഇരുന്ന മഞ്ഞ ബുക്കായിരുന്നു. അതങ്ങനെ നീല ബുക്കായി. ചേച്ചി അല്ലാതെ വേറെ ആരും എന്റെ ഈ ബുക്ക് എടുക്കത്തില്ല. ശരി, സമ്മതിച്ചു. ഞാൻ തന്നെയാ നിന്റെ ഡയറി എടുത്ത് വായിച്ചത്. ഇതിന് മാത്രം എന്ത് രഹസ്യം നിന്റെ ഡയറിയിലുള്ള? രാവിലെ എഴുന്നേറ്റു, പല്ല് തേച്ചു, സ്കൂളിൽ പോയി, തിരിച്ചു വന്ന് കിടന്നുറങ്ങി. ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. മാറില്ല. എടി, എന്താടി മോളെ, അത് തെറ്റല്ലേ? അച്ഛ, ഞാൻ ഇവളുടെ ചേച്ചിയല്ലേ, അപ്പൊ എനിക്കെടുത്ത് വായിക്കാൻ പാടില്ലേ? അല്ല, ചേച്ചി ഒന്ന് വായിച്ചു എന്ന് കരുതിയിട്ട് പ്രത്യേകിച്ച് വലിയ തെറ്റില്ലല്ലോ.
എന്റെ അച്ഛൻ അത് ഏതെങ്കിലും സൈഡ് ഉറച്ചിരിക്കുക. നിങ്ങൾ രണ്ടുപേരോട് ഇങ്ങനെ വഴക്കിടാൻ തുടങ്ങിയ ഞാൻ ഈ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോകും കേട്ടോ. ഞാൻ മാത്രമൊന്നല്ല വഴക്കിടുന്നേ. ഇവിടെ രാവിലെ കാണിച്ച പണി എന്താന്ന് കേൾക്കണോ അച്ഛൻ? എന്റെ ഷൂവിനകത്തൊരു പുഴുവിനെ കൊണ്ടിട്ടേക്കണോ. ഞാൻ ഇട്ടാന്ന് ചേച്ചി താരാ പറഞ്ഞേ? ഇവള് തന്നെയാ ചെയ്ത. ഇവളല്ലാതെ വേറെ ആരും അത് ചെയ്യില്ല. ഞാനല്ല അച്ഛാ, അത് തന്നെ തന്നെ കയറിയതായിരിക്കും. പുഴുവിന് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതിന് ഇഷ്ടമുള്ള ചെയ്യാലോ. എല്ലാ കുറ്റം എന്നെ പുറത്തോട്ട് കയറ്റി വെക്കുന്നേ. നീ ചെയ്താണ് നിന്റെ തലക്ക് തന്നെ ഇടും. ഇങ്ങനെയാണ് ഈ വീടിന്റെ പൊക്കിക്ക് അച്ഛൻ പോയ മുമ്പ് ഞാൻ ഇറങ്ങിപ്പോ. നോക്കിക്കോ, ഒരു ഫ്രീഡം ഇല്ലാത്ത വീട്. അങ്ങനെ കടുത്ത തീരുമാനം എടുക്കല്ലേ. എന്താടി നീ എന്തിനാ അവിടെ പുറകെ നടന്നിങ്ങനെ ചൊറിയുന്നേ? അച്ഛൻ അവളൊന്നും പിടിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല. നീ ഇങ്ങനെ അവിടെ പുറകെ നടന്ന സമയം കളയാതെ ആ നടപ്പ് ഏതെങ്കിലും അടിപൊളി ചെക്കന്മാരുടെ പുറകെ നടക്കുക. നല്ല ബെസ്റ്റ് അച്ഛൻ. ന്യൂസ് മാറ്റില്ല, എനിക്ക് കാണണം. വേണ്ട, അച്ഛൻ കുങ്ഫു പണ്ടെന്നെ കണ്ടോ. താങ്ക് യു. ഗ്രീഷ്മ എന്തേമേ അമ്മ കുറെ നേരം വിളിക്കുന്നത്? അവരോടെ പോയി. ഞാൻ നിന്നോട് പറയണമെന്ന് വിചാരിച്ചാടാ, പിന്നെ വേണ്ടെന്ന് വെച്ചു. അതെന്താ? ആ പെങ്കൊച്ച് ഏത് നേരം ഫോണിലാന്നേ. ഒന്നും അല്ലെങ്കിൽ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കും, അല്ലെ ഫോണെ കുത്തിക്കൊണ്ടിരിക്കും. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ പോലും ശ്രദ്ധിക്കാനുള്ള സമയമില്ല. ഇന്നലെ രാത്രിയാണെങ്കിൽ 10-11 മണി വരെ ആരാണ്ടോടൊക്കെ സംസാരിച്ചോണ്ടിരിപ്പുണ്ടായിരുന്നു. ആരാണോ എന്തോ ദൈവത്തിനറിയാം. എത്ര മണി വരെ? 11-11:30 വരെ. കരങ്ങരുതേ. മുരിങ്ങയിലേക്ക് ഇട്ടിട്ടുണ്ട്. വേണ്ട വേണ്ട. മീൻ വറുത്തത്, മെഴുക്കുരട്ടി, ഉപ്പേരി എല്ലാം ഉണ്ടല്ലോ. എന്തു പറ്റിയേട്ടാ മുഖത്തിന്? അതല്ല, അമ്മ പറഞ്ഞു നീ രാത്രി 11 മണി വരെയൊക്കെ ഫോൺ ചെയ്തോണ്ടിരിക്കാന്ന് കേട്ടല്ലോ. അതിനെന്താ കുഴപ്പം? ചേട്ടൻ അതിനാണോ ഈ സൗണ്ട് മാറ്റിയൊക്കെ പറയണേ? മര്യാദക്ക് പറഞ്ഞാ പോരെ, എനിക്ക് മനസ്സിലാവില്ലേ? അമ്മ എന്തിനാ ചിരിക്കണത്? ഞാൻ വെറുതെ ചിരിച്ചതാണ്. അങ്ങനെ ചിരിക്കണ്ട. എന്റെ പൊന്നിയേട്ടാ, ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് വരുമ്പോഴത്തേക്കും 10-11 മണിയാവും. പിന്നെ ഞാനും എന്റെ ഫ്രണ്ട്സും ഒക്കെ ഒന്ന് ഫ്രീ ആയിട്ട് വരുമ്പോഴേക്കും ആ സമയമാവുന്നതാ. അല്ല, ഈ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോ എടാ, അവൾ അവിടെ ഫ്രണ്ട്സിനോട് സംസാരിച്ച നിനക്കെന്താന്നേ കുഴപ്പം? ഞാൻ ചോദിച്ചായ പ്രശ്നം. ചേടാ, ഇതിപ്പോ പറയാൻ പോയത് അമ്മ വെറുതെ കരുത്. കഴിച്ചിട്ട് പോയി. ഒരു കാര്യത്തിന് ഞാൻ ഒരാളുടെ ഇടപെടില്ല. ഹലോ, ഞാൻ കഴിച്ചു. ചാടിക്കേറി സപ്പോർട്ട് ചെയ്യണ കൊള്ളാം. നാളെ അവൾ ആരുടെയെങ്കിലും ഇപ്പം ചാടിക്കേറി പോയി ചീത്തപ്പേരായാണ്ടല്ലോ നിങ്ങൾക്ക് കേടാവും. ഓക്കെ? മോനെ, അമ്മ പറയുന്നോണ്ട് നിനക്ക് വിഷമം തോന്നരുത്. പിന്നെ കാര്യം നിന്നെ കണ്ട അത്ര പ്രായമൊന്നും തോന്നുകയില്ലെങ്കിൽ നിനക്ക് അത്യാവശ്യം പ്രായം ഉണ്ടെന്നുള്ള കാര്യം നിനക്കും അറിയാം, അമ്മയ്ക്കും അറിയാം. അവള് ഫോണിൽ കുത്തിയോ പാട്ട് പാടിയോ ഒക്കെ ആരെങ്കിലും കണ്ടുപിടിച്ചോളൂ, അക്കാര്യത്തിൽ എനിക്ക് പേടിയില്ല. പക്ഷെ നീ ഇപ്പൊ നിന്റെ തലയിലുള്ള ഈ 2-3 തലമുടിയും കൊഴിഞ്ഞ് ഈ കഷണ്ടി നിറകുന്നല വരെ ആകുന്നതിന് മുന്നേ ആരെയും കണ്ടുപിടിച്ച് കെട്ടിയാ നിനക്ക് കൊള്ളാം. ഓക്കെ? നന്നായിട്ട് താന്ന് അരമണ്ഡലത്തിലിരിക്കും. അമ്മ എന്താ കാണിക്കണേ? നമ്മളെ സ്റ്റെപ്പ് ഇതല്ലേ പ്ലാൻ ചെയ്തേ? അതെ അതെ അതെ, എനിക്കും തോന്നി എന്തോ പ്രശ്നമുണ്ടെന്ന്. നീ ചെയ്യുന്നതിനകത്ത് എന്തോ കുഴപ്പമുണ്ട്. എന്റെ മാഷ എന്നെ ഇങ്ങനെയാ പഠിപ്പിച്ചത്. ഇത് എന്നാ സ്റ്റെപ്പാടി? അത് സ്റ്റെപ്പായിരിക്കല്ലേ, നീ ചെയ്യുന്ന കണ്ടിട്ട് പുള്ളി ഇത് എന്നാ കൊച്ചെന്ന് പോലും ചോദിച്ചായിരിക്കും. ഇത് തന്നെ പറഞ്ഞോടാ. അമ്മ വല്ലതും പറഞ്ഞായിരുന്നോ? അല്ല, പത്മാസുബ്രഹ്മണ്യം കഴിഞ്ഞാൽ പിന്നെ സിന്ധു സുരേഷ് കുമാർ തന്നെ. കലാകാരികളെ പുച്ഛിക്കാൻ നിങ്ങളുടെ അമ്മ കഴിഞ്ഞുള്ളൂ, മറ്റൊരാള്. അത് വരട്ടെ, കലാകാരികളുടെ കാര്യമൊക്കെ പറയാൻ വരട്ടെ. ഞാനും ഒരു കലാകാരിയാ. എന്താ സ്റ്റെപ്പ് ചെയ്ത് കാണിക്കണോ? ഓ വേണ്ട, ഞങ്ങളൊന്ന് കളിച്ചോട്ടെ. കാണിക്ക എന്താ സ്റ്റെപ്പ്? നിക്ക്, ഞാൻ ആ ക്യാമറ എടുത്തിട്ട് വരട്ടെ. നമുക്ക് എന്തെങ്കിലും ചെയ്യാം. 1 2 3 4. സ്പോർട്സ് ഡേ അച്ചു 25. അച്ഛന് 4 ദിവസമല്ലേ ഉള്ളൂ. എന്നോട് നേരത്തെ പറയണ്ടേ? ഇന്നിപ്പോ ഡേറ്റ് എത്രയാ? 21. പ്രാക്ടീസ് ചെയ്യണ്ടേ?
ആലോചിക്കുന്നത്? ശരിയാ, ഞാനും കുറേ നേരമായി ശ്രദ്ധിക്കണു. ഞാനിവൻ്റെ ഭാഗ്യത്തെക്കുറിച്ച് ആലോചിച്ചതാ. ഒറ്റ മകൻ, ആരുമില്ലല്ലോ നിന്നെ ശല്യം ചെയ്യാൻ. ഫുൾ ഫ്രീഡം. എനിക്കങ്ങനെ ആയാൽ മതിയായിരുന്നു. നിനക്ക് വട്ട ഒറ്റയ്ക്കാണ് ഭയങ്കര ബോർ അക്ഷര. ഇന്ന് സ്കൂൾ ഹോളിഡേ കാരണം അമ്മ ഉണ്ടായി. അല്ലെങ്കിൽ ഞാനും ത്രേശിച്ച് ഒറ്റയ്ക്ക് വന്നു. സ്കൂൾ വെക്കേഷനായ ബോറടിച്ച് ചാവും. പോടാ, ദൈവം ഒരു ഭാഗ്യം തന്നപ്പോൾ അതിനെ കുറ്റം പറയല്ലേ. UP section quiz competition first prize goes to Akshara and Aryan 5B. Very good Aryan. Thank you, miss. Congrats Akshara. നല്ല ഹെയർ സ്റ്റൈൽ ആണല്ലോ. ഇത് ആരെങ്ങനെയൊക്കെ ഒരുക്കി തരുന്നേ? ചേച്ചി. വെരി ഗുഡ്. താങ്ക് യു. നോക്കിയാളിയാ, നല്ല ചേർച്ചയില്ലേ? ആ ചേർച്ചക്കുറവില്ല. പരിചയപ്പെട്ട് കിട്ടിയാ മതിയാ, പിന്നെ പ്രശ്നമില്ല. അയ്യോ, എന്റെ കൂട്ടുകാരനാണെന്ന് വെച്ച് നിന്നെ അവിടെ കൊണ്ട് പരിചയപ്പെടുത്താനൊന്നും പറ്റൂല. എന്റെ ഉള്ള വിലയിൽ കൂടി പോകും. അത് വേണ്ട, ചീപ്പ് എൻട്രി പോകും. ഗിരീഷേ, അത് പോട്ടെ, നീ വേറെന്തെങ്കിലും ഒരു ഐഡിയ പറ. മനുഷ്യൻ എന്തൊക്കെ ആഗ്രഹങ്ങളാ അല്ലേ? ഇൻസ്റ്റാഗ്രാമിലൂടെ വരുന്ന റീൽസ് കണ്ട ഒരു പെണ്ണിനെ പ്രണയിക്കുക, അവളെ കല്യാണം കഴിക്കുക. അട്രാഷ്യസ്. ഒന്ന് പോയടാ അവിടുന്ന്. അളിയതും ഹിസ്റ്ററി ഒന്നുമല്ല, പ്രേമം ഇങ്ങനെയൊക്കെ തുടങ്ങണത്. ഞാനൊരു ഐഡിയ പറയാം, പക്ഷെ കുറച്ച് ചെലവുള്ള പരിപാടിയാ. നടക്കുവോ? ഓ, ആ ഒന്നും പ്രശ്നമല്ല, അളിയൻ പറയലേ. നാളെ കീപ്പി ഉണ്ടല്ലേ? ഞാനെല്ലാം പഠിച്ചു, എന്റെ ചേച്ചി എല്ലാം പഠിപ്പിച്ചു തന്നെ. ഓ, നിന്റെ ചേച്ചിക്ക് അതേ പണിയുള്ളൂ. ഹലോ, പോടാ. അക്ഷരല്ലേ? മോളുടെ ക്ലാസിക് ഡാൻസ് ഞാൻ യൂട്യൂബിൽ കണ്ടായിരുന്നു. സൂപ്പർ ആയിരുന്നു കേട്ടോ. ഞാൻ അപ്പൊ തന്നെ ഫാനായി പോയി. ക്ലാസിക് അല്ല, ക്ലാസിക്കൽ. യെസ് യെസ്, മാറിപ്പോയി. ഇത് നിങ്ങൾക്ക് വേണ്ടി മനസ്സിലാ. എടുക്കെടുക്ക്. വേണ്ടേ? കഴിച്ചോ കഴിച്ചോ. വേണ്ട. സ്ട്രേഞ്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് ഒന്നും വാങ്ങിക്കരുതെന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെയും ഓ, എനിക്ക് വേണ്ട. വഴിന്ന് പറിക്കേ. ഓ, വെരി ഗുഡ്. വാടാ. നല്ല പാരൻസ്. ഹലോ, ഇന്നെന്റെ ബർത്ത്ഡേ ആയിരുന്നു. സ്വീറ്റ്സ്. ചേട്ടൻ മലയാളത്തിലല്ലേ ഞങ്ങൾ പറഞ്ഞേ സ്ട്രേഞ്ചേഴ്സ് ഡേ ഒന്നും വാങ്ങില്ലെന്ന്? വഴി മാറ്. ഹായ് കിഡ്സ്. ഹലോ. എന്ന് മിഠായി കഴിക്കാൻ മൂടില്ല? വിശക്കണല്ലേ? തോന്നി. അല്ല, ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്ന ക്ഷീണിച്ചു പോയില്ലേ? ഓ, ഹലോ. രാവിലെ ജോഗിന് പോകാൻ പറ്റില്ല, അപ്പൊ നിങ്ങളുടെ പായിക്കോട്ടെ നേരിച്ചു വൈകിട്ട്. പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പുറകെ ഇങ്ങനെ നടക്കല്ലെന്ന്. ആൾക്കാരൊക്കെ എല്ലാരും കേക്കട്ടെ. ഒന്ന് പൊയ്ക്കൂടെ? ഞങ്ങൾക്ക് ഒരു ജോഗിയും വേണ്ട. ഇങ്ങോട്ട് വാടാ. ചക്കരടിച്ചാന് ആര്യാ, ഇതിപ്പോ കുറച്ച് ദിവസമായല്ലോ ആ ചേട്ടൻ. ശരിയാ, ഇനിയൊരു പിള്ളേരെ പ്രത്യേകരനെങ്ങാനോ ആണോ? ഏയ്, നമ്മളിത്ര വലിയ പിള്ളേരല്ലേ. ഞാൻ പോയി ചോദിക്കാം എന്ത് ഉദ്ദേശം. അതിന്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ മൈൻഡ് ചെയ്തിരുന്നാ മതി. എനിക്ക് വേറെ സംശയം. ഇനി ആ ചേട്ടൻ തന്നെ ലൈൻ അടിക്കാൻ പറ്റുവാണോ പ്ലാൻ? ശരിയാടി, ഇപ്പോഴത്തെ ചേട്ടന്മാരൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. ഇനി അങ്ങനെയാണോ പറയാൻ പറ്റില്ല. എന്നാ വാ. എടാ, ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഐഡിയ നിന്റെ മനസ്സിലുണ്ടോ? അയ്യോ, ഇയാളിങ്ങനെ ചെലവ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. അല്പം സ്വല്പം ബുദ്ധി ഉപയോഗിക്കണം. എടാ, ഒരു കൊച്ചു കുട്ടിയെ പോലും വീഴ്ത്താൻ അറിയാത്ത നീയാണ് അവളുടെ ചേച്ചി വീഴ്ത്താൻ പോകുന്നത്. കൊച്ചു കുട്ടിയോ? അതോ? എന്റെ അളിയ, അവളൊന്നും മൈൻഡ് ചെയ്യണ്ടേ, എന്നാലേ നമുക്കൊന്ന് പരിചയപ്പെടാൻ പറ്റൂ. എളുപ്പല്ല, ടഫ്, ഭയങ്കര ടഫ് ആണോ? കുറച്ചുകൂടെ വില മാത്രം പോരാ, ക്വാളിറ്റിയും കൂടെ വേണം. ഇതൊക്കെ 25 എബോവാ. നന്നായിട്ടുണ്ട് അല്ലേ അമ്മേ? ആ, കൊള്ളാം മോളെ. ഇതെടുക്കാം.
ഇത് ഷിഫോൺ അല്ലേ? ഇത് നല്ല രസമല്ലേ? ആ നോക്കട്ടെ. ആ ഗ്ലിറ്റർ കണ്ടോ? അച്ഛന് ഇഷ്ടപ്പെട്ട കളറാ ബ്ലൂ. ആ എനിക്കും ചേരും. ഇതും കൊള്ളാം. ഇതിനെത്രയാ? അതിനൊരു 20 to something ആവും. നോക്കട്ടെ ഈ സാധനം കൊള്ളാം. കൊള്ളാല്ലേ മോളെ? ആ ഗ്ലിറ്റർ ഉണ്ട്. ഗ്ലിറ്റർ ചേരുന്നുണ്ടോ? കൊള്ളാം. വേണ്ട, ഇത് പോകും. എന്തുപറ്റി? ഇതൊരൊറ്റ വാഷിന് ഇളകിപ്പോ. വെറുതെ പൈസ കളയണ്ട. ഇല്ല ഇത് നിനക്ക് പറ്റിയത് ഞാൻ ആ കൊണ്ടുതരാം. അത് അത്ര സുഖമല്ല മോളെ. വേറെ നോക്കട്ടെ ചേച്ചി. ആദ്യം സ്വന്തം നിലപാടെ ഉറച്ചിക്കാൻ പഠിക്കും. സുരേഷേട്ടാ എന്താടി ചേട്ടാ നോക്കി, ഇത് നല്ല രസമുണ്ട്. എനിക്കിത് നന്നായിട്ട് ചേരുന്നില്ലേ? നല്ല കളറും അമ്മയ്ക്ക് അതാ പറഞ്ഞേ. നല്ല ഡിസൈനാ. അമ്മയ്ക്ക് ഇത് തന്നെ മതി. അതെ അതെ, മോക്ക് ഇഷ്ടായില്ലേ? അയ്യോ അതെ, എന്നാന്നറിയോ, ഇത് ഇച്ചിരി ഡള്ള കളർ. നീ ബ്രൈറ്റ് ആയതുകൊണ്ടേ നിന്റെ കളറിന് ചെറുപ്പിച്ച് ചേരത്തില്ല. എനിക്കും അത് തോന്നി. തോന്നിയോ? എന്നാ സുരേഷേട്ട ഒരെണ്ണം സെലക്ട് ചെയ്യാം. ഞാൻ എടുത്തരാം. വാ വാ. ഞങ്ങളതാ അതൊന്നും നല്ല രസമുണ്ടല്ലേ? ആണോ? നീ അവിടെ നോക്ക്, ഉണ്ട് നല്ല സെലക്ഷൻ ഉണ്ട് അവിടെ. മോളെ അതൊന്നും എടുത്തേ. ഇതും കൊള്ളില്ലടി. അതിങ്ങടുത്ത് നീ ഞാനൊന്ന് നോക്കിയാ. ഇത് നല്ലതല്ലേ മോളെ? പിന്നെ ഇത് കുഴപ്പമില്ല കേട്ടോ. ഇത് കണ്ടോ? നോക്കിയേ, ഇതാണ് എന്റെ മനസ്സിലുണ്ടായിരുന്ന കളർ. നന്നായിട്ടുണ്ട്. നല്ല രസമില്ലേ? നല്ല രസമില്ലേ? ഇടി കഴിഞ്ഞ ദിവസം നമ്മളൊരു പരസ്യത്തിൽ ശോഭന ഇട്ടുണ്ടെന്ന് സാരി കണ്ടോ? നീ പറഞ്ഞില്ലേ നന്നായിട്ടുണ്ടെന്ന്? സെയിം കളറാ. സെയിം കളറാ. ഇപ്പൊ നിന്നെ കണ്ട ഒരു ശോഭന ലുക്ക് അല്ലേ മോളെ? കൊള്ളാം അല്ലേ? കൊള്ളത്തില്ല. മാറ്റിക്കേ. നല്ല അടിയത്. ഇതല്ല. ഇത് തന്നെ. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതാണ് ഈ അമ്മയ്ക്ക് സൂപ്പർ ആയിട്ട് ചേരും. അമ്മ സത്യം ഇത് കൊള്ളില്ലടി, കളറൊന്നും കൊള്ളില്ലെന്ന്. അവക്ക് ഇഷ്ടപ്പെട്ടല്ലേ ഏട്ടാ? നല്ലയാ, നല്ല മെറ്റീരിയലാ. പക്ഷേ ശോഭനയൊന്നും വേണ്ട, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. ലീലാമച്ചി ഇതെങ്ങനുണ്ട്? ലീലാമച്ചിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എന്താ നോക്കി ഭംഗിയില്ലേ? നല്ല ഭംഗിയുണ്ട്. അയ്യോ ചേച്ചി, ജെൻസിന്റെ വള്ളിയുള്ള ബിരിയാണി അവിടെ നല്ലത്. ഇത് മതി, ഇത് മതി. ഇതെടുത്തോ. ഇത് ചുമന്നുകൊണ്ട് നടക്കാൻ ഒരാളെ നിർത്തണം കേട്ടോ. ചേട്ടനില്ലേ, ഇതിന് ചേരുന്നില്ല. ഇത് മാത്രമേ എടുത്തുള്ളൂ. ഇത് കൊള്ളാമേ, നല്ല കളറാ. അതാ അമ്മ, ഇതിന് നല്ല വിലയുണ്ട്. എന്റെ ഭാര്യ എടുത്തതിനേക്കാൾ 500 രൂപയല്ലേ ഉള്ളോ കൂടുതല്? അല്ലേ? ഇതൂടെ എടുത്തോ. ലുക്ക് കറക്റ്റ് ആദ്യിക്കാ പോയിരുന്നത്. ആ എക്സ്പ്രഷൻ കണ്ടാലേ അറിയാം ചേട്ടൻ ലവാ. പക്ഷെ ചേച്ചി പറയുന്ന കുറെ നാൾ കഴിഞ്ഞിട്ടേ കല്യാണം കഴിക്കുന്നുള്ളെന്നോ? അത്രയും നാളും ഞാൻ ചേച്ചിയെ സഹിക്കണ്ടേ? അതിന് ലവ് ചെയ്താ ചെലപ്പം കല്യാണം കഴിക്കാൻ തോന്നുമായിരിക്കുമല്ലേ? തോന്നുമായിരിക്കും, എനിക്കറിയത്തില്ല. എന്നാ തോന്നും. എന്റെ കസിൻ ചേച്ചിയും ഇതുപോലെ തന്നെ ലവ് ചെയ്തിട്ട് തന്നെയാ കല്യാണം കഴിച്ചത്. ആണല്ലേ? അതെ. അപ്പൊ ചേച്ചി ലവ് ചെയ്ത് കല്യാണം കഴിക്കുകയും ചെയ്യും, എനിക്ക് ഫ്രീഡം കിട്ടുകയും ചെയ്യും. അച്ഛനും ഹാപ്പി, അമ്മയ്ക്കും ഹാപ്പി, ലീലമ്മച്ചി ഹാപ്പി, ഞാനും ഹാപ്പി. പൊന്നടാവേ, അതൊന്നും നടക്കില്ല. ഇനി ആ പിള്ളേരുടെ മുമ്പിൽ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ അതുങ്ങൾ സത്യമായിട്ട് എന്നെ പിടിച്ചിരിക്കും, കൂടെ നാട്ടുകാരും കൂടി. ഓടാ അവിടുന്ന്, അതൊന്നും വർക്കൗട്ട് ആവൂല. കിട്ടിയെന്ന് തോന്നണേ. പോയാണ്.
ഇനി എന്തെങ്കിലും വേണോ? ഇതൊന്ന് കഴിച്ചോട്ടെ എന്നിട്ട് പറയാം. ഓ എന്തായിരുന്നു പേര്? ഗിരീഷ്, KC ഗിരീഷ്. പേര് പോരാ, ഒരു പഴമ. വീട്ടുകാര് പഴയ പേരിട്ട് കളഞ്ഞു. അത് കുഴപ്പമില്ല, ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നു. അതെ, എനിക്കെല്ലാം മനസ്സിലായി. ചേട്ടന് ആദ്യച്ചിയുടെ അടുത്ത് ലവ് അല്ലേ? അയ്യോ അതിപ്പോ അങ്ങനെയല്ല, അല്ലേ? എന്നാലും ലവ് ആർക്ക് എപ്പ വേണമെങ്കിലും വരാലോ, അതെ. സ്വാഭാവികം. പക്ഷേ ഇത് സീരിയസ് ആണോ? ഞാൻ സീരിയസ് ആണ്, പ്രോമിസ് ആയിട്ടും. എനിക്ക് കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടാ പറഞ്ഞേ, ആദ്യമെടുത്ത് പരിചയപ്പെടാൻ പോകുന്ന ഇത്തിരി പാടാണ്. അക്ഷരയാവുമ്പോൾ പാവമാണ്, ഹെൽപ്പ് ചെയ്യുമെന്ന് ഒന്ന് സഹായിക്കണം. എന്താ ജോലി? ഞാൻ MBA ഫസ്റ്റ് ക്ലാസ് ആണ്. അതാണോ ജോലി? അതല്ല, ഈ സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്, പ്രീമിയം ലക്ഷറി കാസിൻ്റെ ഒക്കെ. എന്നാ പിന്നെ അതങ്ങ് നേരത്തെ പറഞ്ഞാ പോരെ? മതി. എന്നാലും ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഫ്ലോയിൽ വന്നതാ. പിന്നെ വീട്ടിൽ ഒരമ്മ, ഒരനിയത്തി. അത് ചോദിച്ചില്ലല്ലോ. അതെ, ചോദിച്ചില്ല, എന്നാലും ഫാമിലി പറഞ്ഞോന്നുള്ളൂ. കഴിക്കേ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ആ, ആലോചിക്കണം, നല്ലതാ. അച്ചു പഠിക്കുന്നല്ലേ? ആ ചേച്ചി, ഞാൻ ഒരു 5 മിനിറ്റിൽ തിരിച്ചു വരും. ആ സോളാർ സിസ്റ്റം വേഗം പഠിച്ചോ, വന്നിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കൂട്ടാ. ആ ആ ഇതാണ് എന്റെ പ്ലാൻ. കുറച്ച് റെഫറൻസ് എടുത്തിട്ടുണ്ട്. എന്ത് പറ്റി? നിങ്ങൾക്ക് പരീക്ഷ വല്ലതും ഉണ്ടോ? ചേട്ടാ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതിനു മുന്നേ ഒരു ബർഗർ പറ. ചേട്ടാ, ഒരു ബർഗർ. ഓ ശരി. പോരാട്ടോ, പറ. ഫസ്റ്റ് സ്റ്റെപ്പ്, നമുക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ അയാളെ എങ്ങനെ പരിചയപ്പെടാം എന്നുള്ളതാണ്, അല്ലേ? അതെ, പക്ഷെ എങ്ങനെ പരിചയപ്പെടും? അത് വളരെ സിമ്പിളാ. ആദ്യച്ചി അമ്മയും ദിവസം ഇൻസ്റ്റാഗ്രാമിൽ റീലിടും. സത്യം പറയാലോ, നല്ല വെറുപ്പിക്കൽ പരിപാടിയാണ്, അല്ലേ? കുഴപ്പമില്ല. കുഴപ്പമില്ലെന്നോ? അല്ല, വെറുപ്പിക്കലാണ്. ആ, എന്നാലും നല്ല രസമുണ്ടായിരുന്നു, നല്ല ആക്ടിങ് ആയിരുന്നു, നല്ല ഭംഗി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണം. പക്ഷെ ഇതെങ്ങനെ പറയും? ഞാൻ പറഞ്ഞുതരാം. എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് ചേച്ചിയും അതോടെ വെച്ചേക്ക്. എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് ആദ്യേച്ചിയും അമ്മയും ഞങ്ങളുടെ വീടിനടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോവും. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടം ബ്ലൂ കളറാ. അന്ന് ചേട്ടൻ ബ്ലൂ കളർ ഷർട്ട് ഇട്ടോണ്ട് വരണം. വെറുതെ ഒന്ന് പരിചയപ്പെട്ടാൽ മതി. അതാണ് എന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. സൂപ്പർ മാർക്കറ്റ്, സിമ്പിൾ. ചേച്ചി ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ചെയ്യുന്നേ? അതെ. അയ്യോ, ഞാൻ ഫോളോവറാ. ഞാനും എന്റെ അനിയത്തൊക്കെ ചേച്ചിയുടെ കട്ട ഫാൻസ് ആട്ടോ. ചേച്ചി സൂപ്പറാ. റീൽസ് ഒക്കെ നല്ല ഫണ്ണിയാ. താങ്ക് യു. അതൊക്കെ ചുമ്മാ സമയം പോകാനൊരു രസത്തിന്. ആണോ? പക്ഷെ സൂപ്പർ ആട്ടോ. ഇത് കൂടെ അഭിനയിക്കുന്ന എന്റെ മോളാ. അയ്യോ, ഞാൻ അനിയത്തിയെ തീർച്ചിരിക്കായിരുന്നു. മോളുടെ അഭിനയം കുറച്ചും കൂടി ഒക്കെ നന്നാവാനുണ്ട്. ചേച്ചി സൂപ്പറാ. താങ്ക് യു. ചേച്ചി ഒരു സെൽഫി എടുത്തോട്ടെ. പിന്നെന്താ? അനിയത്തിനെ കാണിക്കണ, അവള് ഞെട്ടും. എത്ര നീക്കോ? എന്താ അടി? അപ്പൊ റീൽസ് അടിപൊളിയാവട്ടെ. ഞങ്ങൾ ഫാൻസ് ഒക്കെ കട്ട വെയിറ്റിംഗാ. ഓക്കെ എന്റെ ഫാനാ. വല്ലാണ്ട് ഓവറാക്കല്ലേ, പുള്ളിക്കാരൻ ചെറുതായിട്ട് ഓവർ സ്മാർട്ടാ. എന്റെ മോളെ, ഞാൻ അതൊന്നും അല്ല ആലോചിക്കുന്നത്. കേരളത്തിലെ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ അങ്ങ് അതപ്പതിച്ചു പോയോ? ഇവിടെ ഫാന് ഒരു കൂട് ബിസ്ക്കറ്റിന് വേണ്ടി അവൻ ഈ വണ്ടി തള്ളി ഇത്രയും ദൂരം വന്നേച്ചു പോയത്. ആ പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും ചേച്ചി പബ്ലിക് ലൈബ്രറി വരും. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൈറ്റർ ഖാലിദ് ഹുസൈനിയാ. പുള്ളിക്കാരന്റെ ബുക്കാണ് ഇപ്പൊ വായിക്കുന്നത്. അല്ല, ഈ പുള്ളി പെയിന്റിങ്ങിന്റെയും വരയുടെയൊക്കെ ആളല്ലേ? പുള്ളി ഇപ്പൊ ബുക്ക് എഴുതി തുടങ്ങി?
അയ്യോ അത് MS ഹുസൈൻ, ഇത് ഖാലിദ് ഹുസൈനി. ഓ ടൂ മെനി ഹുസൈൻസ്. ബുക്ക് വായനയില്ലല്ലേ? ഞാൻ ഈ മ്യൂസിക്കിന്റെ ആളായോണ്ടേ ഇവരായിട്ടൊന്നും വലിയ ടച്ചില്ല, അതാ. ഓക്കെ ഓക്കെ. പുള്ളിന്റെ ബുക്സിന്റെ റിവ്യൂ ഒക്കെ നെറ്റിൽ തപ്പിയേ കിട്ടും, വായിച്ച് പഠിക്കണം. സിമ്പിൾ. ഖാലിദ് ഹുസൈനി. ഹേയ്, നമ്മൾ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ടായിരുന്നു. അപ്പം എൻ്റെ ഓർമ്മ കറക്റ്റായിരുന്നു. ഈ ഖാലിദ് ഹുസൈനയുടെ ബുക്സ് വായിച്ചിട്ടുണ്ടോ? ഉണ്ട്. എനിക്ക് ഭയങ്കര ഓവറായിട്ട് റൈറ്ററായിട്ടാണ് ഫീൽ ചെയ്തത്. ഭയങ്കര ഈ ദുരന്തവും സെൻറ്റിമെൻസും ഈ റൈറ്റിംഗ് അത്ര പോരാ അല്ലേ? അത് ഇയാൾക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഇങ്ങനത്തെ ബുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവണമെങ്കിൽ കുറച്ച് ബുദ്ധിയും വിവരവും വേണം. അതെ, ഓരോരുത്തരെ കുറിച്ച് രണ്ടഭിപ്രായങ്ങൾ. അല്ല, അതാണ് അയാളുടെ വിജയം. സോറി, കോള്. ഹലോ എടാ, ഞാൻ തിരിച്ചു വിളിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളെന്താ പറഞ്ഞു? നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല. MS സുബ്ബലക്ഷ്മിയുടെ കീർത്തനല്ലേ ഇപ്പൊ കേട്ടത്? അതെ. അവരുടെ ഫാനാ? അയ്യോ, MS സുബ്ബലക്ഷ്മി അല്ല, സുബ്ബലക്ഷ്മി മാം. എനിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? അതുകൊണ്ടാ. ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. MS സുബ്ബലക്ഷ്മി മാമിന്റെ വലിയൊരു ഫാനാ ചേച്ചി. ഓഹോ, സുബ്ബലക്ഷ്മി ഫാനാ? അടിപൊളി. സുബ്ബലക്ഷ്മി അല്ല, സുബ്ബലക്ഷ്മി മാം. ഓ ആയിക്കോട്ടെ. നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുമ്പോ ഞാൻ ഈ പറഞ്ഞ മാമിന്റെ കീർത്തനം റിംഗ്ടോൺ ആക്കിയിട്ടുണ്ടോ? ഓ, നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ കറക്റ്റ് ടൈമിന് ഞാൻ വിളിക്കാം. അത് കലക്കി. പതുക്കെ പതുക്കെ സംസാരിച്ചങ്ങ് പരിചയപ്പെടാം. മ്യൂസിക്കിനടുത്ത് പേടിക്കണ്ട, എന്ത് ചോദ്യം വന്നാലും ഞാൻ വെട്ടിയിടും. നമ്മുടെ ഏരിയ. പിന്നെ ഓവർ ആക്കരുത്, പതുക്കെ പതുക്കെ നല്ലോണം സംസാരിച്ചോണം. പിന്നെ കോമഡി ഒക്കെ പറയാം. അല്ല, കോമഡി അറിയാമോ? കോമഡി വല്ലപ്പോഴൊക്കെ ചിരിയിട്ടാറുണ്ട്. വേണ്ട, വെറുതെ എങ്ങ് ഇരുന്നാ മതി. ബാലുക്കാരുടെ കാട്ടിൽ ദാദ എന്ന് പറഞ്ഞൊരു കാർട്ടൂൺ ഉണ്ട്. അതിലെ കിട്ടുമുയിലിന്റെയും പിങ്കിക്കൊരങ്ങിന്റെയും സൗണ്ട് നല്ല രസമുണ്ട്, നല്ല സ്വീറ്റ് വോയിസ് അങ്ങനെയൊക്കെ പറയുന്ന തള്ളു. അല്ല, ഈ കോരങ്ങന്റെയും കരടിയുടെ ഒക്കെ സൗണ്ടേ ക്യൂട്ടാന്നൊക്കെ പറഞ്ഞ വട്ടാന്ന് വിചാരിക്കില്ലേ? എന്റെ പൊന്നു ചേട്ടാ, ഈ കിട്ടുമുയിലിനും പിങ്കിക്കൊരങ്ങിനും ഒക്കെ ഡബ് ചെയ്യുന്നത് ആരാ? ആദ്യേച്ചിയല്ലേ? അത് ഞാൻ പറയാം. കാര്യം അല്ലേലും ആദ്യയുടെ സൗണ്ട് ഭയങ്കര ക്യൂട്ടാ. എടി, എന്റെ ഫോൺ എടുത്തോ? നീ ബാഗിലൊന്നും നോക്കട്ടെ. അതെ, ഞാൻ പറഞ്ഞില്ലേ ബാഗ്. ഗൂഗിൾ മാപ്പ്. വീണ്ടും നമ്മള് കൊറേ പ്രാവശ്യമായി കാണണല്ലേ. ഞാനൊരു ഫ്രണ്ടിന്റെ ഓഫീസ് തപ്പി ഇറങ്ങിയതാ. ഈ ഗൂഗിൾ മാപ്പ് ചുറ്റിച്ച് കളഞ്ഞത്. ഈ കുട്ടികളുടെ കാർട്ടൂൺ എപ്പോഴും കാണാറുണ്ടോ? ഉണ്ട്. ഞാൻ ഇതിൽ ഈ കിട്ടുക്കുരങ്ങും പിങ്കുമുയിലൊക്കെ സംസാരമൊക്കെ ഭയങ്കര നാച്ചുറൽ ആയതുകൊണ്ട്. അതെ അതെ, നാച്ചുറലോ? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണല്ലോ ഉദ്ദേശിച്ചത്. ശരി. അതെ, നമ്മള് അവിടെ ഇവിടെയൊക്കെ വെച്ച് വളരെ കോയിൻസിഡൻസ് ആയിട്ട് മീറ്റ് ചെയ്യണ്ടല്ലോ. എല്ലാവരും നിമിത്തമായിരിക്കും അല്ലേ? നിമിത്തോ? അത് വേറെ ഒന്നും ഉദ്ദേശിച്ചില്ല കേട്ടോ. ശരിന്ന്. ബാലുക്കരടി. മലരും തോൽക്കും മുഖമേ, മിഴികൾ ചിമ്മും ശിലയേ, പകലിൽ തൂകും നിലവേ, കവിയും പാടാ കവിതേ. അന്നാദ്യം കണ്ട നാൾ മുതലുള്ളിൽ പെണ്ണവളാണ്, കണ്ടാലും കണ്ടാലും കൊതി തീരാനും പരമെന്താവോ. എന്നെഞ്ചോരം അവൾ മിന്നാരം ചിരി തൂകും കണ്ണഴകായി, കൺചിമ്മാതെ നിറം മങ്ങാതെ മനം തേടും പൊൻകണിയായി. ഈ മന്ദാരം ഒരു ചങ്ങാത്തക്കനവോടെ കണ്ണൊഴിയേ, പൂം പെണ്ണാളിൻ പുലർമഞ്ഞാളെ വരുകില്ലേ ഒന്നരികെ.
ചേരാം ഇവനെ. ഇന്നോളം മിഴി പൊന്നായി കണ്ടവയെല്ലാം നിന്നോളം വരുകില്ല എന്നറിവാകുന്നേ. എന്നെഞ്ചോരം അവൾ മിന്നാരം ചിരി തൂകും കണ്ണഴകായി, കൺചിമ്മാതെ നിറം മങ്ങാതെ മനം തേടും പൊൻകണിയായി. ഈ മന്ദാരം ഒരു ചങ്ങാത്ത കനവോടെ കണ്ണൊഴിയേ. പൂമ്പെണ്ണാളിൻ പുലർ മഞ്ഞാളെ വരുകില്ലേ ഒന്നരികെ. എന്താദ്യം മിണ്ടേണം തെല്ലൊന്നു നോക്കുവാൻ, ഏതാദ്യം പാടേണം നാണങ്ങൾ പൂക്കുവാൻ. ഒരു പാൽ കിന്നാരം പുഴയായി മാറേണം, അല തല്ലിത്തീരാതെ തമ്മിൽ തൂവിടേണം. അവളെന്നും ചൂടും മുത്താരത്തിൻ മുത്തായി മാറാൻ മോഹം, ഒളിവില്ലാതോതും സല്ലാപത്തിൽ തേനായി തെന്നാണ്ടാം. അമ്മാനം ചെമ്മാനം നിറമെല്ലാം ചെങ്കവിളോരം, തന്നാലെ നൽകാമോ മനം തേടും സമ്മതമിന്നേരം. എന്നെഞ്ചോരം അവൾ മിന്നാരം ചിരി തൂകും കണ്ണഴകായി, കൺചിമ്മാതെ നിറം മങ്ങാതെ മനം തേടും പൊൻകണിയായി. ഈ മന്ദാരം ഒരു ചങ്ങാത്ത കനവോടെ കണ്ണൊഴിയേ. പൂമ്പെണ്ണാളിൻ പുലർ മഞ്ഞാളെ വരുകില്ലേ ഒന്നരികെ. സംഭവം ഏകദേശം 80% ഓക്കെ ആയിട്ടുണ്ട്. ഇനി ചേട്ടൻ്റെ ഇല്ലല്ല. എനിക്കും തോന്നി. ഇനി ചേട്ടൻ ചേച്ചിയെ പ്രപ്പോസ് ചെയ്യണം. അതെ, പറയണം. എന്നാലും എനിക്കൊരു പേടിയേ. ഞങ്ങൾക്കിപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അത് ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്നൊരു പേടി. പറയുന്നൊന്ന് കേക്ക്. ഇനി ചേട്ടൻ ചേച്ചിയെ കാണുമ്പോൾ ഉറപ്പായിട്ടും പ്രപ്പോസ് ചെയ്യണം. ചെയ്യോ? സിമ്പിൾ. ചെയ്യാലേ? ചെയ്യണം. ഭയങ്കര ടെൻഷനിലാണല്ലോ. എന്തേലും പറയാനുണ്ടെങ്കിൽ ഒന്ന് വേഗം പറ. ഈ ചിക്കൻ റോസ്റ്റ് ഇഷ്ടമാണോ? ആ, ചിക്കൻ എനിക്ക് ഇഷ്ടം. നോൺ വെജ് എല്ലാം നന്നായിട്ട് കഴിക്കും. പക്ഷെ ഇപ്പൊ കുറച്ച് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. തടി കുറച്ച് കൂടുതലാ. ഇത് കറക്റ്റ് അല്ലേ? ആണോ? ആ, എനിക്കിങ്ങനെ ഇത്തിരി തടിയൊക്കെ ഉള്ളതാ ഇഷ്ടം. അതെ, ഞാൻ അത്യാവശ്യം ഈ എല്ലാ ഫുഡും കുക്ക് ചെയ്യും. എന്നാൽ ഈ കൂടുതൽ ഇഷ്ടം ഏത് വെറൈറ്റി ഫുഡാ? എനിക്ക് എല്ലാം ഇഷ്ടാ. ആണോ? ഫുഡ് ഇഷ്ടമില്ലാത്ത ആരാളേ? അതല്ല, അതെ ഈ ഫുഡിനോടൊക്കെ താല്പര്യമുള്ള, പിന്നെ എൻ്റെ ഒരു ടേസ്റ്റിനെ പറ്റിയൊരു പെൺകുട്ടീനെ ഞാനിങ്ങനെ തപ്പി നടക്കുമായിരുന്നു. ഇതാവുമ്പോൾ ഫുഡിനോടും താല്പര്യമുണ്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരാമല്ലോ. നല്ലതല്ലേ? എന്താ ഇയാളുടെ ഉദ്ദേശം? ഉള്ള കാര്യം ഞാൻ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സത്യമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കല്യാണം കഴിച്ചോട്ടെ? എനിക്കിങ്ങനെ പറയാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാ അത്. ഹലോ. പാളി. പാളിയോ? ഞാൻ പറഞ്ഞത് ചെയ്തില്ലേ? ഞാൻ പറഞ്ഞല്ലേ വർക്കൗട്ട് ആവില്ലെന്ന്. പൊളിഞ്ഞോ?
പൊളിഞ്ഞു. അതെ, ഇയാൾക്ക് ഈ ഇറ്റാലിയൻ ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയാമോ? ഞാൻ പഠിക്കാം. എന്നാ വേഗം പഠിച്ചോ. എനിക്ക് ഈ ഇറ്റാലിയൻ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടാ. വർക്കൗട്ടായി. ഇനി എന്തെങ്കിലും വേണം? എല്ലാവർക്കും പോമഗ്രാനൈറ്റ് ജ്യൂസ് മതി. എനിക്ക് പിസ്താഷ്യേക്ക് മതി. പിസ്താഷ്യേക്ക് നല്ലതാണ്. പോമഗ്രാനൈറ്റ് കഴിക്കുക, അതാ ബ്ലഡിന് നല്ലത്. അങ്ങനെയൊക്കെ ഉണ്ടോ? എന്നാ അത് മതി. അതെന്താ ഇർഫാനെ നീ ജാസ്മിൻ പറഞ്ഞപ്പോ ഓർഡർ മാറ്റിയേ? ആ ബ്ലഡിന് അല്ലേ, അതുകൊണ്ടാ. ലവ് ഒക്കെ എങ്ങനെ പോകുന്നേട്ടാ? ലവ് കുഴപ്പമില്ല. സത്യം പറഞ്ഞ ഇപ്പഴാ എനിക്ക് കുറച്ച് ഫ്രീഡം കിട്ടിയത്. ഇപ്പൊ ഒരു മനസ്സമാധാനം ഉണ്ട്. എനിക്കും. എന്നാലും ഞങ്ങളെപ്പോ കാണുമ്പോഴും ആദ്യേച്ചിക്ക് അച്ഛമ്മളുടെ കാര്യം പറയാൻ മാത്രമേ സമയം. അല്ലെങ്കിലും എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണല്ലോ. പക്ഷെ ആദ്യം എനിക്ക് ഫ്രീഡം തന്നില്ല, അതല്ലേ പ്രോബ്ലം. അതിപ്പോ നമ്മൾ സോൾവ് ചെയ്തല്ലോ. പക്ഷെ ഫുൾ ഫ്രീഡം കിട്ടണമെങ്കിൽ ആദ്യം ചേട്ടൻ വേഗം കിട്ടിപ്പറ്റും. അത് നമ്മളെല്ലാവരോടും സഹകരിച്ച വേഗം നടത്താം. ചേട്ടാ, കല്യാണത്തിന് സദ്യ വേണ്ട കേട്ടോ, ബിരിയാണി മതി, അതാ നല്ലത്. ഓ എടാ, നീ ഇങ്ങനെയുള്ള ഫുഡെല്ലാം കഴിച്ചിട്ട് അവസാനം വല്ല കൊളസ്ട്രോളും വരുത്തി വെക്കും. അങ്ങനെയാണെങ്കിൽ സദ്യ മതി. നിനക്ക് ബിരിയാണി മനസ്സിലായി. താങ്ക് യു. കുറെ നാളിന് ശേഷം അക്ഷരയ്ക്ക് ഒരു പ്ലസന്റ് ശരി, കുറച്ച് ഫ്രീഡം കിട്ടിയതിന്റെ സന്തോഷം. എനിക്കും. ഒറിഗാനോ, റോസ്മേരി. അമ്മയ്ക്ക് സാധനം മനസ്സിലായ? എന്താടാ? ഇതാണ് ഒറിഗാനോ. ഒറിഗാമിയോ? ഒറിഗാമി അല്ല, ഒറിഗാനോ. ഓ, കറിവേപ്പിലേക്ക് വയറ് ഇടുന്നായിരിക്കും അല്ലേ? ആ ബെസ്റ്റ്. എന്റെ അമ്മ ഇത് ഇറ്റാലിയൻ ഫുഡിലിടുന്ന സാധനമാണ്. ഞാൻ വല്ല ഹെൽപ്പ് ചെയ്യണോ? വേണ്ട വേണ്ട, അവിടെ ഇരുന്നാ മതി. എന്റെ അമ്മ എന്തൊക്കെയാ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത്? ഞാൻ ഉണ്ടാക്കി തരുന്നത് അങ്ങോട്ട് കഴിക്കി. ശരിയാ, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന വായി വെച്ച് തിന്നാൻ കൊള്ളുമായിരുന്നു. ഞാൻ ആവശ്യത്തിന് ഇവിടെ ഇരുന്ന് ഇളക്കുന്നുണ്ട്. അവിടെ ഇരുന്ന് ഇനി കൂടുതൽ ഇളക്കി തരണ്ട. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ മൂഡിൽ ചെയ്യണ പരിപാടിയാണ്. ആ മൂഡ് പോയി. എടാ, അതെ, നമ്മുടെ റോഷനില്ലേ? നമ്മള് രണ്ടുപേരും മാത്രല്ലേ ഉള്ളൂ. ഒന്ന് ഒച്ചത്തി പറ. അത് ശരിയാണല്ലോ. എടാ, ചില കാര്യം പറയുമ്പോഴേ അമ്മയ്ക്ക് ശബ്ദം അങ്ങ് വെളിയിലോട്ട് വരത്തില്ല. പരദോഷം പറഞ്ഞ് പഠിച്ചോണ്ടാ. അത് വിടാ, റോഷനില്ലേ, അവള് പട്ടാ പകല് ദേ മുട്ടിന്റെ അത്രയും പോലും ഇറക്കില്ലാത്ത നിക്കറിട്ടോണ്ട് വഴി കൂടെ നടക്കുന്നടാ. നിക്കറല്ല, ഷോർട്സ്. അത് ഇട്ടോണ്ട്. എന്റെ അമ്മേ, ഞാൻ അങ്ങനെ ഒരു പെണ്ണെ കെട്ടി വീട്ടിലോട്ട് വരും. നമ്മൾ കുറച്ച് ലിബറലായിട്ടൊക്കെ ചിന്തിക്കണം. പെണ്ണുങ്ങൾക്ക് ഈ നാട്ടിൽ സ്വാതന്ത്ര്യം വേണ്ടേ? അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം അവർ ഇട്ടേന്നേ. നമുക്ക് പ്രശ്നമൊന്നുമില്ലോ. അവിടെ പോയിരുന്നേ. പേടിക്കല്ലേ ഗ്രീഷു, ഞാനില്ലേ, നേരെ നോക്കി ഓടിക്കും. ഒരു കുഴപ്പമില്ല. ഗ്രീഷു, ബാഗ്, ജീൻസ്, ചേട്ടനോ? ഞാൻ ബൈക്ക് ഓടിക്കണം എന്നൊരു ആഗ്രഹം പറഞ്ഞിരുന്നേ, അപ്പൊ തന്നെ സാധിച്ചെന്ന് എനിക്ക്. ഇതെന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാ, സുലേജു. ഓ, നിങ്ങൾ ഈ വണ്ടി ഓടിച്ച് പഠിച്ചു വന്നതേ കവലേക്കുടിയാ? അതെ. അപ്പൊ അവിടെ ആരെങ്കിലും ഒക്കെ നിക്കണ്ടായോ? അവിടെ ആരാണ്ടൊക്കെ ഉണ്ടായിരുന്നു ചേട്ടാ, ഞാൻ ശ്രദ്ധിച്ചൊന്നുമില്ല. എന്ത് പറ്റി ചേട്ടാ? ഒന്നുമില്ല ചേട്ടാ. സുലേജുനെ എനിക്ക് ഇഷ്ടാ. സുലേജുനാണെങ്കിൽ എന്നെ ഭയങ്കര ഇഷ്ടാ. അപ്പൊ ഞങ്ങള് രണ്ടുപേരും കല്യാണം കഴിക്കാൻ അങ്ങ് തീരുമാനിച്ചു. അല്ലേ? അപ്പൊ ചേട്ടന്റെ അടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ആളൊന്ന് പരിചയപ്പെടുത്താറാന്ന് വിചാരിച്ച് കൊണ്ടുവന്നേ. ഓ, അമ്മയ്ക്ക് അറിയാം. നല്ല വിനയുള്ള പയ്യനാടാ. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എന്റെ കാര്യമില്ല. അല്ല, കല്യാണം എന്നൊക്കെ പറയുമ്പോ നമുക്ക് ആലോചിക്കാം അല്ലേ? എന്താലോചിക്കാൻ? ഞങ്ങൾ രണ്ടാളും തമ്മിൽ ഇഷ്ടത്തില്ല. അല്ല,
കല്യാണം അവനവന്റെ പേഴ്സണൽ ഫ്രീഡം ആണ്. എന്നാലും അല്ലേ? എന്നാ പിന്നെ ചായ എടുക്കട്ടെ? എന്തിനു വേണോ? വേണ്ട. ആ എടാ നിനക്കെന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞില്ലേ? ചെറുതായിട്ട്. ചേട്ടാ ഇവൻ എന്തോ തിരക്കുണ്ടെന്ന്. നീ എന്നാ വിട്ടോ? പോക്കോട്ടെ. അമ്മേ. ശരി മോനെ. പതുക്കെ എന്നാ ഇറങ്ങണേ. വിട്ടോ. ഓക്കെ. അമ്മയുടെ അനുഗ്രഹം ഞാൻ നേരത്തെ മേടിച്ചായിരുന്നല്ലോ. അതെ. ഗിരീഷു അമ്മേ. അമ്മ കഴിക്കാൻ എന്തെങ്കിലും എടുക്കുന്ന നല്ല വിശപ്പ്. ആ മതി. ആഹാ കൊള്ളാലോ വീഡിയോ. പരിപാടി വർക്കൗട്ട് ആയിട്ടുണ്ട് കേട്ടോ. അതെ, നിന്റെ ഈ രീതികളൊന്നും ശരിയല്ല. എന്ത്? ഒരു പയ്യനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരിക, എന്നിട്ട് അമ്മയുടെയും ചേട്ടൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ കെട്ടാൻ പോണ പയ്യനാന്ന് പറയുക. പോരാണ്ട് അവനെ ബൈക്കിൽ കയറ്റി വെച്ച് നാട്ടുകാരുടെ മുമ്പിൽ കൂടി മുഴുവൻ കറങ്ങി. ഇനി നാളെ എന്തൊക്കെ അപവാദം പറഞ്ഞുണ്ടാക്കും? ചേട്ടന് വല്ല അസുഖമുണ്ടോ? ഞാൻ ആരും കൂടെ ഒളിച്ചോടി പോയൊന്നുമില്ലല്ലോ. എന്റെ ഒരു ഇഷ്ടം ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും വന്ന് പറഞ്ഞു. അതിനെന്തോ? അത്രയല്ലേ ഉള്ളൂ. അല്ല എന്നാലും അങ്ങനെയല്ലല്ലോ. ചേട്ടൻ എന്തൊക്കെയായി പറയണേ? ചേട്ടൻ സാമാന്യ ബോധമുള്ള ഒരു ചെറുപ്പക്കാരനല്ലേ? ഒന്നുമില്ലേ നിങ്ങൾക്ക് ഇത്രയും പ്രായമായില്ലേ? പിന്നല്ലാതെ ആണും ഇച്ചിരി ലിബറലൊക്കെ ആവും. ഞാൻ ലിബറലും പ്രാക്ടിക്കലൊക്കെ തന്നെയാ. എന്നാലും സ്വന്തം പെങ്ങളുടെ കാര്യം വരുമ്പോ നമ്മളവന്റെ ചുറ്റുപാടൊക്കെ അന്വേഷിച്ചിട്ടല്ലേ പ്രൊസീഡ് ചെയ്യുള്ളൂ. സുലൈജു സൂപ്പറാ. സുലൈജു നല്ല പേര്. എന്നാലും ചെറുക്കൻ നന്നായാ മതി, വേറെ പ്രശ്നമൊന്നും എനിക്കില്ല. ആരെങ്കിലും അളിയന്റെ പേര് വെച്ച സുലൈജു ഇതൊക്കെ എങ്ങനെ പറയും? മൈ ഹാർട്ട്. ദേ ഏതൊരു മൈ ഹാർട്ട് വിളിക്കുന്നുണ്ട്. അമ്മ നോക്ക്, മൈ ഹാർട്ട്. ഓ അപ്പൊ നിങ്ങക്ക് എന്തോ ആവാ അല്ലേ? എനിക്കാണല്ലോ ഒന്നും പറ്റാത്ത. പിന്നല്ലാതെ. ഹലോ. ജനുവരിയിലെ തേന്മഴ തൊടും പൂവോ, ജനലഴികളിൽ ചാമരമിടും കാറ്റോ, പൂനെറുകയിൽ രാമഴ വിരൽ പോലെ എൻ വരികളിൽ ഞാൻ എഴുതിടും പേരോ, നീ തന്ന ലാളനങ്ങൾ ഞാൻ എന്റെ പുണ്യമാക്കി, നീയേകുമീ ദിനങ്ങൾ മായല്ലേ എന്ന് തോന്നി, നീയാകുമീ തൂവാടിയിൽ മോഹങ്ങൾ ഉയലാടി. ശ്വാസമേ ശ്വാസമേ പാതയിൽ പാതിയായി തേടി ഞാൻ. ശ്വാസമേ ശ്വാസമേ തേടലിൽ കാവലായി മാറി നീ. ജനുവരിയിലെ തേന്മഴ തൊടും പൂവോ, ജനലഴികളിൽ ചാമരമിടും കാറ്റോ, പൂനെറുകയിൽ രാമഴ വിരൽ പോലെ എൻ വരികളിൽ ഞാൻ എഴുതിടും പേരോ. നാളിതേവരെ കാലം പറഞ്ഞില്ല, ആരും ഈ വിധം കാതിൽ മൊഴിഞ്ഞില്ല. ഈ നിറങ്ങളും വീഴുന്ന തൂമഞ്ഞും നീ വരും വരെ ഞാനും നരങ്ങില്ല. മൂകമാർമതൻ കായലോരങ്ങളിൽ ഒരു കാലടിപ്പാടി നീളും തൂകി നീ. നാണം പെയ്തവാനം പോലെ കണ്ണുകൾ മേഘദൂതുമായി വന്നു കാണാനേറെ വൈകിയ മനം.
ശ്വാസമേ ശ്വാസമേ പാതയിൽ പാതിയായി തേടി ഞാൻ ശ്വാസമേ ശ്വാസമേ തേടലിൽ കാവലായി മാറി फ्लाइट कैसी थी तेरी? Well, it flew. Funny. Good to see you. ആ ഹലോ ഗിരീഷ് ചേട്ടാ. എന്താ അച്ചു എന്ത് പറ്റി മോളെ? ചേച്ചി ഒന്ന് വിളിക്കാമോ? എന്ത് പറ്റി? ചേട്ടൊന്ന് വിളിക്ക്, എന്നിട്ട് കുറച്ചു നേരമൊക്കെ സംസാരിച്ചിരിക്കേ. അല്ലെങ്കിൽ ഞാനിപ്പോ ഒന്ന് വിളിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു. ആണോ? എന്നാ പെട്ടെന്ന് വിളിക്ക. ആ ഓക്കെ ഓക്കെ ശരി ശരി വിളിക്കേ. ഹലോ, ഹലോ, എന്തിയാ? ടി വി കാണുമായിരുന്നു. അവിടെ എന്താ പരിപാടി? ആണോ? ഇത് വേണ്ട, കുഴപ്പമില്ല. ആ ഇത് കൊള്ളാം, സൂപ്പർ. പിന്നെ ചേച്ചി പോവാ. ലീലാമ്മച്ചി ടാറ്റാ. ടാറ്റ. എന്താ കഴിച്ചേ? ഞാനിതെവിടെ ചെടി നനയ്ക്കുക. ആണോ? അക്ഷര, ഇതെന്ത് പറ്റി? ആകെ ഒരു മാറ്റം. ഹെയർ സ്റ്റൈൽ മാറ്റിയോ? മോൾക്ക് ആ പഴയ സ്റ്റൈൽ തന്നെയായിരുന്നു കൂടുതൽ ഭംഗി. അല്ലെങ്കിൽ അക്ഷരയ്ക്ക് ഇപ്പോൾ ഒരുക്കത്തിലൊന്നും ഒരു ശ്രദ്ധയും ഇല്ല. ചേച്ചിയല്ലേ ഇപ്പൊ മോൾ ഒരുക്കുന്നേ? അയ്യോ വിഷമായോ? സാരല്ല, ഇതും ഭംഗിയുണ്ട്. നിനക്ക് എന്നോട് എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ എടി, നീ സത്യം പറയണം, കള്ളം പറയല്ലേ. നീ കാര്യം പറ. എടാ, എന്നെ കാണാൻ എന്തെങ്കിലും ഭംഗിക്കുറവുണ്ടോ? ഇപ്പൊ മിക്ക ദിവസവും എലീന മിസ് ഓരോരോ കമന്റുകൾ പറയുവോ, ഒരുക്കം ശരിയായില്ല, മുടി ശരിയായില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ, എന്നെ കാണാൻ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? എലീന മിസ് എന്തെങ്കിലും പറയട്ടെ, നീ നിന്റെ കാര്യം നോക്ക്. എന്നാലും പറയടാ. മിസ് പറയണതിൽ കാര്യമില്ലാതില്ല. ശരിയാ, ഞാനും എപ്പോഴും ശ്രദ്ധിക്കണേ. നിന്നെ കാണാൻ പണ്ടത്തെ അത്ര രസമില്ല. ശരിയാ ശരിയാ, നിന്നിപ്പോ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഭംഗിയൊക്കെ ഉണ്ട് അക്ഷര, പക്ഷെ എവിടെയോ ഒരു മിസ്സിങ്. അക്ഷരയും കൂട്ടുകാരും എന്താ അവിടെ ഇരിക്കുന്നേ? ഇനി ബാ ബാ ബാ. എടാ മോനെ,
ഒരു ദിവസം ഞാൻ ഇവിടെ ആരാണ്ടോടോ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടു. അപ്പം മോള് പിന്നെന്താ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സാധാരണ പ്രേമിക്കുന്നവർ തമ്മിലാണല്ലോ ഇമാതിരി വാക്കുകളൊക്കെ പറയുന്നത്. അപ്പം അതുകൊണ്ട് സംഗതി പ്രേമമാണ്, 150% ഉറപ്പുണ്ട്. ഓ അമ്മേ, അത് ഞങ്ങൾക്കും മനസ്സിലായി. അതിന് വലിയ റിസർച്ചിന്റെയും ബുദ്ധിയുടെയും ആവശ്യമൊന്നുമില്ല. മിനിമം കോമൺ സെൻസ് മതി. ആണോ? മനസ്സിലാക്കി പിന്നെ എന്തിനാ ഈ ടെൻഷൻ? ടെൻഷൻ അല്ലമ്മേ. അവൾ ഒരാളെ പ്രേമിക്കുന്നതിന് ഞങ്ങൾ ഇതിനാ ടെൻഷൻ അടിക്കുന്നത്? സന്തോഷമല്ലേ ഉള്ളൂ. പക്ഷെ അവളെന്താ നമ്മളോട് പറയാത്തത്? അവൾ എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയുന്നതല്ലേ. നമ്മളങ്ങനല്ലേ അവളെ വളർത്തിയത്. എനിക്ക് അത് ഓർത്തിട്ടൊരു വിഷമം. ഞാൻ ഇവളെ പ്രേമിച്ചുകൊണ്ടിരുന്നപ്പോൾ ആദ്യം ഞാനത് അമ്മയോടല്ലേ പറഞ്ഞേ. അന്നേ ഞാൻ പറഞ്ഞതാ ഈ അപകടമൊന്നും വേണ്ടാന്ന്. അമ്മേ, നമ്മളിപ്പോ സംസാരിക്കുന്ന ആദിമോടെ കാര്യ. ഒരു അപകടം വന്നതൊന്ന് ഓർമ്മപ്പെടുത്തിയതേ ഉള്ളൂ. അമ്മേ തമാശല്ലോട്ടെ, ഞങ്ങൾ സീരിയസാ. എൻ്റെ മോനെ എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. നിങ്ങൾ രണ്ടുപേരും കൂടി ആദ്യമോടെ കാര്യം പറഞ്ഞ് ഇത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്തുവാ? അവൾ എൻ്റെ മോളാ. സമയമാകുമ്പോൾ അവളെല്ലാം പറയും. നിനക്ക് വേറെ ഒരു പണിയില്ലയോ? പോയി വല്ല പണി നോക്കടാ. ഷടാ. ഒരു കട്ടൻ ചായ എടുത്ത്, മധുരം കുറച്ചു മതിയേ. എല്ലാരും കണ്ടുപിടിച്ചോണ്ട് ഇങ്ങനെയാണ് ചീട്ട് കശക്കുന്നത്. എങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് പോയെന്നൊക്കെ വരും. സിന്ധു, നീ ഇതേ കള്ളകളി കളിക്കല്ലോ കേട്ടോ. നീ എപ്പോഴാ കള്ളകളി കളിക്കാത്തത്? ഇന്ന് ഞാൻ യൂനോ അടിച്ചില്ലെന്ന് നോക്കും. അമ്മയുടെ കളിയാണേ. നോക്കലടി, ഇത് അവളുടെ സ്ഥിരം പരിപാടിയാ. ഒരു മിനിറ്റ്. അതെ, ഞാനൊരു കല്യാണം കഴിച്ചാലെന്ന് ആലോചിക്കുക. എന്താ പറഞ്ഞേ? കല്യാണം കഴിച്ചാലെന്ന് ആലോചിക്കാന്ന്. അതൊരു നല്ല തീരുമാനമാ. സത്യായിട്ടും ഇതാണ് ആള്. നോക്കട്ടെ. ഞാൻ നോക്കട്ടെ. ഇത് നമ്മൾ സൂപ്പർ മാർക്കറ്റ് വെച്ച് കണ്ട എന്റെ ഫാനല്ലേ? കൊണ്ടുണ്ടോ നോക്കട്ടെ. ആരുടെ ഫാൻ? എന്റെ. ഇത് നിന്റെ ഫാനല്ല, അവളുടെ ഫാൻ. അന്നത്തെ അവന്റെ നമ്പറൊക്കെ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ സംഗതി ഇവിടെ അവസാനിക്കുന്നു. അല്ല, ഇവിടെ ആരും ഉടനെ ഒന്നും കല്യാണം വേണ്ടെന്നോ ഒക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. അതൊക്കെ പണ്ട്. ഇപ്പൊ ഞാൻ തീരുമാനം മാറ്റി. അച്ഛനും വല്ല കുഴപ്പമുണ്ടോ? അയ്യോ, ഒരു കുഴപ്പമില്ല, എനിക്ക് സന്തോഷമുള്ളേ. എന്തായാലും ഇവള് സെലക്ട് ചെയ്യുമ്പോ എന്നെ പോലെ ഒരു മിടുക്കനെ സെലക്ട് ചെയ്യുള്ളൂ എനിക്കറിയാം. അച്ഛമ്മയുടെ ആ ഒരു തറവാടിത്തം കൊള്ളാം. കുഞ്ഞിനെ കൊണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയാ. കുഴപ്പമില്ല. അത്രേ ഉള്ളൂ? കുഴപ്പമില്ലെന്നാണോ പറയുന്നത്? നിന്റെ അഭിപ്രായം പറ മക്കളെ. ഞാനിപ്പൊ എന്ത് അഭിപ്രായം പറയാനാ ലീലമ്മച്ചി? ആദ്യച്ചിരി ഇഷ്ടം, ആദ്യച്ചിരി സ്വാതന്ത്ര്യം. ഞാൻ കൊച്ചല്ലേ, കൊച്ചുങ്ങൾക്ക് എന്താ അഭിപ്രായ സ്വാതന്ത്ര്യം? നിങ്ങൾ കളിക്ക്. എന്തായാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഈ പയ്യൻ അപ്രൂവ്ഡാണ് കേട്ടോ. അമ്മ പയ്യൻ അപ്രൂവ്ഡാണ്. അച്ഛൻ പയ്യനൊന്ന് കാണണമെന്ന് പറഞ്ഞു. അത് വേണം. So the first prize goes to class 5C. Yes. Congrats both of you. ആദ്യമായിട്ട് ക്വിസ് കോമ്പറ്റീഷനിൽ നമ്മൾ 3rd place എത്തിയ. അക്ഷരയ്ക്ക് എന്താ പറ്റിയത്? അക്ഷര തെറ്റിച്ചത് മുഴുവൻ കറണ്ട് അഫയേഴ്സാ. പിന്നെ ആര്യന് പിന്നെ പണ്ടേ ഒന്നും അറിയില്ലല്ലോ. ന്യൂസ് പേപ്പർ വായന ഇപ്പൊ കുറഞ്ഞ അക്ഷരെ. ഇപ്പൊ ടിവി ന്യൂസ് ഒന്നും കാണാറില്ലേ? ഭയങ്കര കഷ്ടായി പോയി. ഒരു സമൂസ കഴിക്കാം. ലീലമ്മച്ചി ഒന്നിങ്ങോട്ട് വന്നേ. അയ്യോ, എന്റെ മോൾ ഉറങ്ങിയില്ലയോ? ഉറക്കൊന്നും വരുന്നില്ല. ലീലമ്മച്ചി ഇങ്ങോട്ട് വാ. എങ്ങോട്ടാ മക്കളെ? വാ. ശരി, വരാം. എന്റെ മക്കളെ, നീ എങ്ങോട്ടായി ഈ ഇരുട്ട തന്നെ വലിച്ചുകൊണ്ട് പോകുന്നത്? വീഴല്ലേ. എങ്ങനെയുണ്ട്? ഫുൾ സെറ്റപ്പ് എങ്ങനെയുണ്ട്? എന്റെ ദൈവമേ, സത്യത്തിൽ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇത്തവണ അങ്ങ് മറന്നുപോയെന്ന്. ഓ, വേണ്ടായിരുന്നു. എന്നിട്ട് വേണം നാളെ നേരം വെളുത്ത് മോളിപ്പിച്ചിരിക്കാം. അന്ന് കേക്ക് കെട്ടിയതാ. അയ്യോ, രാത്രി തന്നെ പോയി മേടിച്ച നന്നായി. എനിക്ക്
അമ്മേനെ എനിക്ക് നമുക്ക് പിറന്നാള് പ്രമാണിച്ച് ലീലാമ്മച്ചിയുടെ ഒരു ഗാനാലാപനം അടിപൊളിയല്ലേ? പുറന്നാള് പ്രമാണിച്ച് ലീലാമ്മച്ചിയുടെ പാട്ടോ എന്റെ മോൻ പാടുമല്ലോ. പിന്നെ നന്നായിട്ട് പാടും. അതെ നല്ലൊരു പാട്ട് പാടും. റയർ സോങ് ആണ്, കുറച്ച് റിസ്ക് ആണ്, കൂടിക്കണം. മേരെ സപ്നോं की रानी कब आएगी? തുറന്ന ഈ മേരെ സപ്നോ കിറാണി മാത്രമേ ഉള്ളൂ. എന്റെ മക്കളെ വേറെ ഒന്നും അറിഞ്ഞുകൂടെ നിനക്ക്? ചുമ്മാ ഇരടാ, ഞാൻ പാടാം. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂടി ഞാനൊരു പൂമരക്കൊമ്പിൽ. ആഹാ പൂമരക്കൊമ്പിൽ പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂടി ഞാനൊരു പൂമരക്കൊമ്പിൽ. ആഹാ പൂമരക്കൊമ്പിൽ. Fourth place, Isa Kaib Cheriyan. Third place, Advik. Second place, Rahul. First place, Isa Mariam Aib. താങ്ക് യു മിസ്. മിടുക്കി, വെരി ഗുഡ്. അക്ഷര എന്നെ പറ്റി എപ്പോഴും ഫസ്റ്റ് ആയിരുന്നല്ലോ. നെക്സ്റ്റ് ടൈം നല്ല മാർക്ക് മേടിച്ചാൽ മതി കേട്ടോ. ഓക്കെ. അവിടെ ഇരിക്കുന്നുണ്ട്. നീ ഇവിടെ വന്നിരിക്കായിരുന്നു, ഞങ്ങൾ എവിടെയൊക്കെ നോക്കി. അക്ഷര എന്താ ഇത്? ഞാൻ വണ്ടറായത് കേട്ടപ്പോ. ആദ്യമായിട്ട് നിനക്ക് ഫസ്റ്റ് പ്രൈസ് പോകുന്നേ. കുഴപ്പമില്ല, നീ ടെൻഷൻ അടിക്കണ്ട. അടുത്ത പ്രാവശ്യം നമുക്ക് ഫസ്റ്റ് അടിക്കാം. എന്നാലും വലിയ കഷ്ടമായിപ്പോയി. ഇതെന്നാ പറ്റിയത് എൻ്റെ മോൾക്ക്? കഷ്ടം. അവളുടെ മുഖത്തൊരു സന്തോഷം പോലും ഇല്ല. ഈ കണക്കിന് അച്ചു ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെ എങ്ങനെ നേരിടുമെന്ന് എനിക്കറിയാത്ത. അതൊന്നും ഓർത്ത് സിന്ധു വിഷമിക്കണ്ട. അവൾ എൻ്റെ മോളാ. അതൊക്കെ അച്ചു നേരിട്ടോളും. പൊന്നൂസേ, വിഷമമുണ്ടോ? വിഷമം ഉണ്ടോന്ന് ചോദിച്ചാ ഇല്ല, പിന്നെ എന്നാലും ചെറിയൊരു സങ്കടം. നമുക്ക് 5th റാങ്ക് ഇല്ല പൊന്നൂസേ, അതൊരു ചെറിയ കാര്യമല്ലല്ലോ. അച്ഛനൊക്കെ സ്കൂളിൽ പഠിച്ചോണ്ടിരുന്നപ്പോഴേ അച്ഛന് റാങ്കേ കിട്ടിയിട്ടില്ല. അച്ഛന് 2-3 ഫ്രണ്ട്സും കൂടെ ഉണ്ടല്ലോ ക്ലാസ്സിലെ ഏറ്റവും ബാക്ക് ബെഞ്ചിലിരിക്കുന്നത്. ഞങ്ങൾ കുറച്ച് പഠിക്കും, കുറച്ചലമ്പം, കുറച്ച് പഠിക്കും, കുറച്ചലമ്പം. എന്നിട്ട് അച്ഛൻ എന്തെങ്കിലും കുഴപ്പം പറ്റിയോ? നമ്മൾ പഠിക്കുമ്പം എൻജോയ് ചെയ്ത് പഠിക്കണം, അല്ലാതെ റാങ്ക് കിട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. പ്രത്യേകിച്ച് ഫസ്റ്റ് റാങ്കിൽ ഒരു കാര്യമില്ല. അതുകൊണ്ട് പൊന്നൂസ് വിഷമിക്കണ്ട കേട്ടോ. നിന്നെ പക്ഷെ അടുത്ത ടൈമില് അപ്പടെ പൊന്നൂസിന്റെ ഫസ്റ്റ് റാങ്ക് മേടിക്കണം. പ്ലീസ് 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 പ്രോമിസ് ചെയ്ത് തന്നെ. പ്രോമിസ്. ആ മേടിക്ക്. ചേച്ചി, എനിക്ക് അസൈൻമെന്റ് ചെയ്യാവുന്ന ഹെൽപ്പ് ചെയ്യോ? കഴിഞ്ഞ തവണയൊക്കെ അച്ഛൻ ഒറ്റയ്ക്കല്ലേ ചെയ്തത്, പിന്നെ ഇതിന് ഇപ്പം എൻ്റെ ഹെൽപ്പ്. പ്ലീസ് ആ ചേച്ചി. ഒറ്റയ്ക്ക് ചെയ്യച്ചോ, എന്നാലേ പഠിക്കത്തുള്ളൂ. ചേച്ചി ഇനി ഇതിട്ടാ പോരെ? നിനക്കിഷ്ടമുള്ള ഏതേലും ഇട്ടോണ്ട് പൊക്കോ. ഇതൊക്കെ എന്തിനാ എന്നോട് ചോദിക്കണേ? എന്താണ്? ചെല്ല്. ഇന്ത്യനും ചൈനീസും മിക്സോ? ആദ്യ
ചേച്ചി എന്റെ മുടിയൊന്ന് കെട്ടിത്തരുവോ? ലീലാമച്ചിയോട് പറ, ഞാൻ കുറച്ച് തിരക്കാം. ചേച്ചി പ്ലീസ്. ചെല്ലച്ചു. പോരാ. വല്യമ്മച്ചയ്ക്ക് ഇത്രയൊക്കെ അറിയത്തുള്ളടാ. ഇപ്പൊ നല്ല ചുന്നരി കുട്ടിയായല്ലോ. ആദ്യം കിട്ടുന്നതിന് അത്രയൊന്നും ആയിട്ടില്ല. ആര് പറഞ്ഞു? അതിനേക്കാടി ചുന്നരിയായിരിക്കുന്ന ലീലാമ്മച്ചിയുടെ ചുന്നരി കുട്ടി കേട്ടോ. അക്ഷര, മോൾക്ക് എന്ത് പറ്റി? വല്ല വിഷമമുണ്ടോ? ഒന്നുമില്ല മിസ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ബിസി ആയിരുന്നോ? ഇല്ല, ഞാൻ വന്നിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, ഇന്ന് ഇത്തിരി ഫ്രീ ആയിരുന്നു. പ്രീമിയം കാറിന്റെ സെക്കൻഡ് സീറ്റ് അല്ലേ? അതെ അതെ, എല്ലാം ഹൈ എൻഡ് കാർസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രീമിയം ആണ്, പ്രോഫിറ്റും. കൊള്ളാം. സിഗരറ്റ്? അയ്യോ, ഞാൻ വലിയില്ല. അച്ഛനെ വേണമെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വലിക്കാട്ടോ. ഞാനും വലിയില്ല. കല്യാണത്തിന് മുമ്പ് വലിക്കായിരുന്നു. സിന്ധൂർ ഒറ്റക്കാരെ ആവശ്യപ്പെട്ടുള്ളൂ, സിഗരറ്റ് വലിക്കരുത്. അവക്കിന്റെ സ്മെല്ല് അടിച്ചിട്ട് ഞാൻ തലവേന എടുക്കും, മൈഗ്രെയിൻ ഉള്ളതുകൊണ്ടേ. ശരി, ആദ്യം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നമുണ്ടല്ലേ? പിന്നെ പിന്നെ ഞാൻ 2 അടിക്കും. അത് അതല്ല, വീട്ടിലെ കാര്യങ്ങളൊക്കെ പറ. അമ്മ, പിന്നെ അനിയത്തി. അനിയത്തി ഇൻഫോ പാർക്കില്ല വർക്ക് ചെയ്യുന്നത്? അതെ, കാക്കനാട്. അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ 5 വർഷം. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അവള് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഞാൻ പിള്ളേരോട് ഭയങ്കര ഫ്രണ്ട്ലിയാ, കൂട്ടുകാരെ പോലെ. ഞങ്ങളുടെ വീടിന്റെ പേര് തന്നെ സന്തോഷം എന്നാ, അറിയാലോ. ആദ്യം പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ഭയങ്കര കോമഡിയാണ്. നമ്മള് വെറുതെ മസിൽ പിടിച്ച് പിള്ളേരെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ വളർത്തിയിട്ട് എന്താ കാര്യമുള്ളത്? അതെ, അല്ലെങ്കിൽ തന്നെ പിള്ളേരെ ഡോക്ടറാക്കാനും എഞ്ചിനീയർ ആക്കാനും ഒന്നും അല്ല പഠിപ്പിക്കണ്ടേ. വേറൊരാളുടെ മുഖത്ത് നോക്കി മനസ്സ് തുറന്നൊന്ന് ചിരിക്കാനാ ആദ്യം പഠിപ്പിക്കണം. ശരിയാ. ഗിരീഷിന്റെ മുഖത്ത് ആ ചിരിയുണ്ട്. എന്നാ ചെല്ലേ, ഞാനിരുന്ന് സമയം കളയുന്നില്ല, ഇറങ്ങിക്കോട്ടെ. പിന്നെ അച്ഛൻ്റെ മനസ്സിൽ ഇപ്പോഴത്തെ ടെൻഷൻ എനിക്ക് നല്ലോണം മനസ്സിലാവും. ഇപ്പം എൻ്റെ അനിയത്തി ഇതുപോലെ തന്നെ അവളുടെ മനസ്സിലിഷ്ടമുള്ള ഒരാളെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞായിരുന്നേ. അവരുടെ പൊരുത്തമാണ് ഏറ്റവും വലുത്. എന്നാലും വീട്ടിലൊരു കൊച്ചിനെ പറഞ്ഞു വിടുമ്പോൾ ടെൻഷൻ എന്താണെന്ന് എനിക്ക് നല്ലോണം അറിയാം. അച്ഛൻ ടെൻഷൻ അടിക്കണ്ട. പിന്നെ ഞാനും ഇടയ്ക്ക് 2 അടിക്കും കേട്ടോ. അത് മതി. ശരി എന്നാ. ശരി. എന്താ സങ്കടം? അത് പറ. അക്ഷര, കാര്യം അറിഞ്ഞാലല്ല എന്റെ സൊല്യൂഷൻ പറയാൻ പറ്റൂ. നീ കാര്യം പറ. ആദേച്ചിക്ക് എന്നെ പഴയ പോലൊരു ശ്രദ്ധയില്ല, പഴയ പോലത്ര ഇഷ്ടവും. സത്യം പറഞ്ഞ ആദേച്ചി ഞാൻ ഇപ്പോഴാണ് മിസ് ചെയ്യുന്നത്. ആദേച്ചിയെ പഴയ പോലെ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോടാ? അതിനൊരു വഴിയുണ്ട്. എന്താ? അവരെ ബ്രേക്കപ്പ് ആക്കിയാ പോരെ? എങ്ങനെ? എന്ത് ഭംഗിയായിട്ടാ ചേച്ചി വരയ്ക്കുന്നേ. ഭംഗിയാക്കണം. പടം വരയ്ക്ക് ആദ്യം കഴിഞ്ഞ് വേറെ ആളുള്ളൂ ഇവിടെ. പിന്നെ ഞാൻ ഗിരീഷേട്ടനെ കണ്ടായിരുന്നു. എവിടെ വെച്ച്? സ്കൂളിൽ നിന്ന് വെളിയിറങ്ങിയപ്പോ. അപ്പൊ ഗിരീഷേട്ടൻ വൈകി കൂടെ ഇങ്ങനെ പോണു. ഗിരീഷേട്ടനാന്ന് ഉറപ്പില്ല. പിന്നെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു കൂടെ. ആ ചേച്ചി ഗിരീഷേട്ടൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചായിരുന്നു പോന്നെ.
അല്ലേലും ഗിരീഷ് ചേട്ടാ ആദേശിക്ക് മാച്ച് അല്ല. ചേച്ചി ക്യൂട്ടല്ലേ? ആദേശിയും ഗിരീഷ് ചേട്ടനും മിസ് മാച്ചാ. കൊള്ളാം. കൊള്ളത്തില്ലേ? സാറിലിടി, ഞാൻ സഹിച്ചു. മോള് പോയിരുന്ന് പഠിക്ക്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ശരി, സൂക്ഷിച്ചാ കൊള്ളാം. നീ പോയി നിന്റെ പഠിത്തം സൂക്ഷിക്കാദ്യം. 5ാം സ്ഥാനത്ത് 10ാം സ്ഥാനം ആവണോ നിനക്ക്? എന്നാ ചെല്ല്. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ചെല്ല് ചെല്ല് ചെല്ല്. എന്തോ സീരിയസ് ആയിട്ട് പറയാണ്ടെന്ന് പറഞ്ഞല്ലോ. അച്ഛനോട് പറ. ഗിരീഷ് ചേട്ടന് വിഷമം തോന്നരുത്. സ്നേഹം ഉണ്ടായണ്ട പറയുന്നേ. ഗിരീഷ് ചേട്ടൻ എന്റെ ഗുഡ് ഫ്രണ്ടാ. അതെ, മോള് കാര്യം പറ. കാര്യമൊക്കെ ശരിയാ. ആദ്യം എന്റെ സിസ്റ്ററാ. പക്ഷെ ഉള്ളത് പറയാലോ, ഭയങ്കര ദേഷ്യക്കാരിയാ. ഫുൾ ടൈം ഇറിറ്റേഷൻ ആയിരിക്കും, തലവേദനയാ. എനിക്ക് ഈ ദേഷ്യവും തല്ലെടുത്തൊക്കെ ഭയങ്കര ഇഷ്ടാ. ഒരു ത്രില്ലല്ലേ? ത്രില്ലൊക്കെ മാറും, മനസ്സമാധാനം പോവും. അതുകൊണ്ട് നമുക്കിത് വേണം. നമുക്കിത് വേണം. എനിക്ക് ആദ്യം ഇല്ലാതെ പറ്റില്ല. അല്ല, ഞങ്ങള് കല്യാണം കഴിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം മോൾക്കല്ലേ? പിന്നെ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞോ? പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കി. പിന്നെ വർക്കൗട്ട് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ എന്നെ വിട്ടു. അവളെന്നെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എങ്ങനെയാ നിങ്ങൾ തമ്മിൽ ഇത്രയും ഒരു ഏജ് ഡിഫറൻസ്? ഇത്രയും ചെറിയൊരു അനിയത്തി. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ ഉണ്ടാവണേ. എനിക്കെന്തൊരു സന്തോഷമായിരുന്നെന്നറിയോ? ഞാൻ അവളെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്തിട്ടുള്ളതും വഴക്ക് പറഞ്ഞിട്ടുള്ളതും. അവൾക്ക് കുറച്ച് കുറുമ്പൊക്കെ ഉണ്ട്. അത് പിന്നെ എൻ്റെ അല്ലേ അനിയത്തി, ഇല്ലാണ്ടിരിക്കോ? നല്ല ബുദ്ധിയാ. നിനക്ക് അത്രയും ബുദ്ധിയില്ല. ആള് ഭയങ്കര പാവാട്ടോ. ഞാൻ വിചാരിച്ചേ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാന്നാ. അതാകുമ്പോ അച്ഛൻ കുറച്ചുകൂടെ വലുതാവില്ലേ? അവളുടെ കാര്യങ്ങൾ അവൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യാനും തുടങ്ങും. പിന്നെ എൻ്റെ ആവശ്യമില്ലല്ലോ. അച്ഛനിങ്ങനെ കല്യാണക്കാര്യം പറഞ്ഞു വരുമ്പോൾ ഞാൻ ഓരോന്ന് പറഞ്ഞിട്ട് ഒഴിവാകുമായിരുന്നു. പിന്നെ ആലോചിച്ചപ്പോൾ തോന്നി, അച്ഛൻ എത്രയൊക്കെ വലുതായാലും എനിക്ക് അവളൊന്നും കൊച്ചു കുട്ടിയായിരിക്കും. ഞാൻ അവളുടെ എല്ലാ കാര്യത്തിലും ഇടപെട്ടുകൊണ്ടേയിരിക്കും. പിന്നെ അവൾക്കത് ഭയങ്കര വിഷമാവുന്നേ. ഗിരീഷ് ഇപ്പൊ ചോദിച്ചില്ലേ എന്താ ഇത്ര ചെറിയ അനിയത്തിന്ന്? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ചോദിക്കുമായിരുന്നു, ഓരോന്ന് പറഞ്ഞ് കളിയാക്കും. അച്ഛനും അമ്മയ്ക്കും അബദ്ധം പറ്റിയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നോട്. ഒരു ദിവസം ഭയങ്കര വിഷമം വന്നിട്ട് ഞാൻ അച്ഛനോടും അമ്മയോടും ചോദിച്ചിട്ടുണ്ട്, എനിക്കെന്തിനാ ഇത്രയും ചെറിയ അനിയത്തി തന്നേന്ന്. അപ്പൊ അവരെന്താ പറഞ്ഞേന്നറിയോ? ഞാൻ ഉണ്ടായി കഴിഞ്ഞ് ഉടനെയൊരു അനിയത്തിയോട് വന്നു കഴിഞ്ഞാൽ എനിക്ക് തരാനുള്ള സ്നേഹം കുറഞ്ഞു പോവില്ലേന്ന്. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാ പോലും അവർക്ക് മനസ്സിലായേ എനിക്ക് സ്നേഹിക്കാനോ ആരെങ്കിലുമൊക്കെ വേണമെന്ന്. അങ്ങനെയാണ് അവരെനിക്ക് അച്ഛനെ തന്നെ. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ സമ്മാനമാണ് അച്ഛൻ, ഏറ്റവും വലിയ സന്തോഷം. അടുത്ത ആഴ്ച പോകുന്ന അച്ഛൻ പറഞ്ഞേ. അതാണോ നല്ല കളറ്? പച്ച മതിയില്ലേ? ഭയങ്കര ബഹള. ഒരു മിനിറ്റ്. എന്താണ്? എന്തു പറ്റി? എന്തോ ഉണ്ട്, പറയ്. ആദിച്ചിക്ക് ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? എന്തു പറ്റി ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം? പറ.
എനിക്ക് എല്ലാരും ഇഷ്ടാ. അതിച്ചിക്ക് എന്നെക്കാട്ടും ഇഷ്ടമാണോ ഗിരീഷ് ചേട്ടനെ? എന്ന് ആരാ പറഞ്ഞേ? ആരും പറയണ്ട, എനിക്ക് മനസ്സിലായി. ചേച്ചി എന്നെ ശ്രദ്ധിക്കുന്ന പോലുമില്ല. ചേച്ചി ഇല്ലെങ്കിൽ എന്റെ ഒരു കാര്യം ശരിയാവത്തില്ല. എനിക്ക് ചേച്ചി ഭയങ്കര ഇഷ്ടാ. എനിക്ക് അസൈൻമെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യോ? ഒറ്റയ്ക്ക് ചെയ്യച്ചോ, എന്നാലേ പഠിക്കത്തുള്ളൂ. ചേച്ചി ഇനി ഇതിട്ടാ പോരെ? നിനക്കിഷ്ടമുള്ള ഏതേലോട്ടോണ്ട് പൊക്കോ. ഇതൊക്കെ എന്തിനാ എന്നോട് ചോദിക്കുന്നേ? എന്റെ മുടിയൊന്ന് കെട്ടിത്തരുവോ? ലീലാമശിയോട് പറ, ഞാൻ കുറച്ച് തിരക്കാം. എണീക്കാം. റെഡിയാക്കാം. അച്ചു ഇനി തഴിച്ചു കെട്ടാൻ പറയോ? സത്യം ഇല്ല. നല്ല രസമുണ്ട്. എന്തോ ഒന്നുകൂടെ പറഞ്ഞേ. നല്ല രസം. മോനെ ജോസഫിന്റെ പേര് എഴുതിയോ? ഏത് ജോസഫ് ആമേ? നമ്മുടെ ഡോക്ടർ ജോസഫ്. പിന്നെ പാപ്പച്ചനെ വിളിക്കണ്ട. പാപ്പച്ചനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അവരുടെ മക്കളുടെ കല്യാണത്തിന് നമ്മളെ ഒന്നും വിളിച്ചിട്ടൊന്നുമില്ല. എന്റെ മോളെ, അവരെ പോലെ എന്തിനാ നമ്മളാവുന്നത്? നമ്മള് നമ്മുടെ അന്തസ് കാണിക്കണം, വിളിക്കണം. വരുന്നവര് വരട്ടെ, നമുക്ക് വിളിച്ചാൽ അല്ലാതെ കുഞ്ഞിന്റെ കല്യാണത്തിന് അവര് വിളിച്ചോ ഇവര് വിളിച്ചോ, അവര് വിളിച്ചില്ലേ ഇവര് വിളിച്ചില്ലേ, എന്തിനാ ഇതിനൊക്കെ പോകുന്നത്? ഞാനൊന്നും പറഞ്ഞില്ലേ. നമ്മൾ അന്തസം കാണിക്കുക, അത്ര തന്നെ. എന്താ മോളെ, എന്ത് പറ്റി? കുറച്ചു ദിവസം കൂടി കഴിഞ്ഞ് ആദ്യേച്ചി പോവില്ലേ? പിന്നെ ഞാൻ ഒറ്റയ്ക്കാവില്ലേ? പിന്നെ മോൾക്ക് ഈ വല്യമ്മച്ചിയില്ലേ ഇവിടെ? അമ്മയുണ്ട്, പിന്നെ മോളുടെ അച്ഛനുണ്ട്. ആഹാ. നാലും മക്കളെ, ചേച്ചി കല്യാണം കഴിച്ച് പോകുന്നതല്ല ഉള്ളോ, ഇങ്ങ് വരുമല്ലോ. എന്നാലും പോവല്ലേ? അതല്ലമ്മച്ചി അങ്ങനെ കല്യാണം കഴിയുമ്പോ ആദ്യച്ച് വേറൊരു വീട്ടില് ഗിരീഷ് ചേട്ടൻ ഇങ്ങോട്ട് കൊണ്ടുപോന്നൂടെ? സത്യം പറഞ്ഞ അതൊരു ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ലീലാമ്മച്ചി എന്തായാലും ശരി ഇതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കും കേട്ടോ. ഇപ്പൊ എൻ്റെ പൊന്നുമോള് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ചെല്ലു മക്കളെ. എനിക്ക് ടെൻഷനാ ലീലാമ്മച്ചി, ഉറക്കൊന്നും വരുന്നില്ല. ആദ്യച്ച് പോവുമല്ലോ. പൊന്നുമോളെ, ലീലാമ്മച്ചി ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞാലേ ഒരുതരം പറിച്ചു നടിയില്ല. നമ്മൾ ജനിക്കുന്നതും വളരുന്നതും ഒക്കെ ഒരിടത്ത്. അവിടെ വളർന്ന് വളർന്ന് അങ്ങനെ വളർന്ന് വലുതാകുമ്പോൾ നമ്മളെ മൂടോടെ പറിച്ച് വേറൊരിടത്ത് കൊണ്ടുപോയി നടും. അവിടെ പിന്നെ നമ്മളിങ്ങനെ ശാഖകളായിട്ടും ജില്ലകളായിട്ടും ഒക്കെ പടർന്ന് പന്തലിച്ച് അങ്ങനെ വളർന്ന് 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 അങ്ങ് പോകും. മനസ്സിലായോ? ഇപ്പം ഇതൊന്നും പറഞ്ഞാൽ എൻ്റെ മോൾക്ക് മനസ്സിലാവത്തില്ലെന്ന് എനിക്കറിയാം. എൻ്റെ മോള് വലിയ കുട്ടിയാവട്ടെ, എല്ലാം മനസ്സിലാകും. ചെല്ലു മക്കളെ, ചെന്ന് മിടുക്കിയായിട്ട് കിടന്നുറങ്ങിയായിട്ട്. യോ, ഇത് എത്ര നേരമൊന്നും പറഞ്ഞാൽ ഉറക്കളയ്ക്കുന്നേ. ചെല്ല്, സങ്കടപ്പെടണ്ട കേട്ടോ.
സീരിയസ് ആയിട്ട് എന്തോ പറയാണ്ടെന്ന് പറഞ്ഞപ്പോഴേ തോന്നി പുതിയ എന്തോ നമ്പർ ആണെന്ന്. പറഞ്ഞോ, കേക്കട്ടെ. പറഞ്ഞോ. കല്യാണം കഴിഞ്ഞാ ഗിരീശ്വരൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിന്നൂടെ? അതല്ലേ നല്ലത്. അത് മോളെ പോലെ തന്നെ ചേട്ടന്റെ വീട്ടിലും ഇല്ലേ ഒരു അനിയത്തിയും അമ്മയൊക്കെ, അവരൊക്കെ ഒറ്റക്കായി പോകത്തില്ലേ, അതുകൊണ്ടാ. അവരെ കൂട്ടിക്കോ, നമുക്ക് എല്ലാവർക്കും ഒരു വീട്ടിൽ ഹാപ്പി ആയിട്ട് താമസിക്കാം. അങ്ങനെ ഇപ്പോ കല്യാണം കഴിഞ്ഞാ എനിക്കെപ്പോഴും ചേച്ചിയെ കാണാൻ പറ്റില്ലല്ലോ. ആദ്യത്തെ ഞാൻ ശരിക്കും മിസ് ചെയ്യും. മോളെ അതിപ്പോ മോള് കൊച്ചായോണ്ട് ഇപ്പൊ അങ്ങനെ തോന്നണേ. കുറച്ചും കൂടെയൊക്കെ വലുതാവുമ്പോ ഈ സങ്കടമൊക്കെ മാറും. ഇത് തന്നെ എല്ലാരും പറയുന്നേ, ഞാൻ കൊച്ചാണെന്ന്. എന്ന് പറഞ്ഞാലും ഞാൻ കൊച്ചുകുട്ടി. എനിക്കറിയാൻ ചേട്ടല്ല, സാരമില്ല. എൻ്റെ ആദ്യത്തെ മര്യാദയ്ക്ക് നോക്കണം, സങ്കടപ്പെടുത്തല്ലേ കേട്ടല്ലോ. അന്തിമുകിൽ പന്തലിടും സായാഹ്നം, ചുണ്ടുകളിൽ തെന്നലിനും ആയാരം. ഇന്നലെകൾ നെഞ്ചകമേ നൂറോളം, കൺമണി നിൻ കാൽപ്പതിയും മൺ പോലെ. പുതുപുലരികളോ നിൻ പുടവകൾ ഞൊറിയേ, കുരവകളുതിരാനായി കിളിമകളണയേ. ശുഭകരമൊരു രാഗം ശ്രുതി തരുമഴകിൽ, മതിമുഖി മണിയായി നീ പടിയിറങ്ങിടവേ. താലി തിരുമാല തുന്നീതിലേ വരവായവൻ, ഓമൽ തിലകം വരഞ്ഞു നെറുകിൽ തൊടുവാണവൻ. താലി തിരുമാല തുന്നീതിലേ വരവായവൻ, ഓമൽ തിലകം വരഞ്ഞു നെറുകിൽ തൊടുവാണവൻ. ചെറുതിൽ നീ കളിയാടി നിന്ന മേടും കണിമാവും, വിട ചൊല്ലി നിന്നിതാ തിരുനാളിൻ ജപമോടെ സുമുഹൂർത്തം മൊഴിയേ. അവനോരും നിറവോടെ ഇനി നീ മിന്നവേ. അറിവില്ല ഇനി എന്നിനി കാണുക നമ്മൾ, മനമെങ്കിലും നേരുകയല്ലേ നിനക്കെന്നും അളവില്ല സന്തോഷം. ഒഴിയാതെ മഴവിങ്ങി നിന്ന മേഘം വിറകൊള്ളും, തായ് മൗനമാകവേ പദതാരിന്നിട നീക്കി പടിവാതിൽ വഴിയേ. പുതുവാഴ്വിൻ പിറ തേടിയതു നീ മായവേ. അറിവില്ല ഇനി എങ്ങനെ മാറിടും നമ്മൾ, മനമെങ്കിലും നേരുകയല്ലേ നിനക്കെന്നും പതിരില്ല സന്തോഷം. താലി തിരുമാല തുന്നീതിലേ വരവായവൻ, ഓമൽ തിലകം വരഞ്ഞു
കരഞ്ഞു നെറുകിൽ തൊടുമാടവൻ താനേ തിരുമാല തുന്നിയിലെ വരവായവൻ കോമൽ നിലകം എല്ലാവരും കൂടെ അമ്മ കരയണ കണ്ടോ? അങ്ങോട്ട് വാട്ടോ. ആ പിന്നെ വരും. പോട്ടെ. ഹോ ഞാൻ രക്ഷപ്പെട്ടു. ഇനി ആദ്യച്ചിന്റെ ഒരു ശല്യം ഉണ്ടാവില്ലല്ലോ. ഫുൾ ഫ്രീഡം അല്ലേ ഇല്ലമ്മച്ചി? അത് തന്നെ. ഞാനും രക്ഷപ്പെട്ടു. എനിക്കിനി നിന്റെ കാര്യമൊന്നും നോക്കണ്ടല്ലോ. നിന്നെ പഠിപ്പിക്കണ്ട, നിന്നെ ഒരുക്കണ്ട, നിന്നെ സ്കൂളിലേക്ക് വിടണ്ട. അല്ലില്ല അമ്മച്ചി. ലീലമ്മച്ചി ഞാനും എന്റെ ഗിരീഷു ഹാപ്പി. പോട്ടെ. ഓ പിന്നെ അങ്ങോട്ട് വാട്ടോ. വരും. അതെ സമയം പോണ്ട, നിങ്ങൾ കയറക്കേ. ശരി കേട്ടോ. ശരി മോളെ. ടാറ്റാ. സാരി ടാറ്റാ. ശരി ടാറ്റ. പോട്ടെ. എൻ്റെ അമ്മേ. ആ, ഒരു സാധനം തരാനുണ്ട്. ഇതെന്താ? അച്ചു വന്ന ആണോ? നോക്ക്. ഇതെപ്പോ? എൻ്റെ ആദേശിക്കും. അച്ചോടാ. കരയല്ലേ? അയ്യേ, ഇവിടെ അടുത്ത് തന്നെയല്ലേ അവര്. എനിക്ക് അച്ചുവിനെ കാണണം പ്ലീസ്. അവരടുത്ത ദിവസം വരുമല്ലോ. പ്ലീസ് ചേട്ടാ, ഒന്ന് വണ്ടി വിളക്കോ? ആണല്ലേ? ഇതെന്താ തിരിച്ചു എല്ലാം എടുക്കാൻ പറഞ്ഞു? എന്താ മോളെ? അച്ചു ഒന്നുമില്ല. അച്ഛനൊന്ന് കാണണം. എന്ത് പറ്റി മോളെ? മോളെ അച്ചു. മോളെ ഹായ്, ഇതെന്താ ഇവിടെ നടക്കണേ? രാഹുകാലത്തിന് മുമ്പ് ചെന്ന് കേറണ്ടല്ലേ? അയ്യോ, ദേ വീട്ടിൽ കയറാനുള്ള സമയമായി. നീ ചെന്നേ. അതേ ഗിരീഷും കരയുന്നു. ഈ മസിൽ വെച്ച് ഇങ്ങനെ ഒന്ന് കരഞ്ഞാൽ നല്ല ബോറായിരിക്കും കേട്ടോ. ഇവക്ക് പറ്റിയ ആള് തന്നെ അല്ലേ? വാ 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 മക്കളെ വാ. ലീലാമ്മച്ചിയുടെ ചക്കര മോളും ലീലാമ്മച്ചിയും കൂടെ ഉറങ്ങാൻ കഥയൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി അപ്പം മോക്ക് ഉറക്കം വരും. ചേട്ടൻ ഉറങ്ങിയില്ലേ? ഇല്ല, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കാറ്റ്
കാറ്റും പോയി, മഴക്കാറും പോയി, മാനം തെളിഞ്ഞു വന്ന സമയത്ത് അമ്മൂമ്മയും കൊച്ചുമോളും ഉറങ്ങിയില്ലേ? ഓ, ഞങ്ങളിങ്ങനെ ഓരോ വർത്താനവും പറഞ്ഞിരിക്കുവായിരുന്നടാ. എന്ത് വർത്താനം? എടാ, എൻ്റെ മോക്ക് ഉറക്കം വരുന്നില്ല എന്ന്. അപ്പൊ പിന്നെ എനിക്ക് ഉറക്കം വരുമോ? പൊന്നുസാ, ഇങ്ങ് വാ. എന്താ പറ്റിയ? പറ. പെട്ടെന്ന് ഒറ്റയ്ക്കായത് പോലെ അല്ലേ അച്ഛാ? സാരില്ല കേട്ടോ. ആദ്യച്ച കല്യാണം കഴിഞ്ഞു പോയല്ലേ? കല്യാണം കഴിഞ്ഞാ പിന്നെ അങ്ങനെ. അച്ഛാ, ഞാൻ കല്യാണം കഴിക്കുന്നില്ല. എനിക്ക് നിങ്ങളെ വിട്ട് എവിടെയും പോണ്ട. അച്ഛന് ഇത്രയും വിഷമമുണ്ടെങ്കിൽ ഞങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ അതിൻ്റെ അച്ഛനും അമ്മയും ഓരോ കണക്കൂട്ടിട്ട് തുടങ്ങും. അവരെ എങ്ങനെ വളർത്തണം, എന്ത് പഠിപ്പിക്കണം, ആരാക്കണം. പിന്നെ ഓരോ ദിവസവും ജീവിക്കുന്നത് അവർക്കോരോന്ന് കരുതി വെക്കാനാ. പെൺപിള്ളേരാണെങ്കിൽ പിന്നെ ഇതുപോലൊരു ദിവസം ഒരാളുടെ കയ്യിൽ പിടിച്ചങ്ങ് കൊടുക്കും. പിന്നെ അച്ഛനും അമ്മയും കാണണമെങ്കിൽ അവൻ്റെ സമയവും സമ്മതമൊക്കെ നോക്കണം. ആദ്യച്ചിയുടെ കാര്യമല്ല കേട്ടോ. ആദ്യച്ചൊരങ്ങനെ അവനങ്ങനെ പറഞ്ഞാൽ ആദ്യച്ചവന് ഓടിക്കും. അല്ലമ്മേ, നമ്മളവൾ അങ്ങനെയല്ലേ വളർത്തിയത്. ആദ്യച്ചു പോയി. നാളെ ഒരു ദിവസം പൊന്നൂസും പോവില്ല. അന്ന് ഞങ്ങൾക്ക് എന്തൊരു വിഷമം ഉണ്ടാവും. മോനെ, നീ എന്തൊക്കെയായി പറയുന്നത്? ആദ്യം കല്യാണം കഴിഞ്ഞ് പോയതല്ലേ ഉള്ളൂ. നീ എന്തിനാടാ ഈ കുഞ്ഞിനെ കൂടി ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഞാൻ ചുമ്മാ പറഞ്ഞ. പൊന്നൂസ് എന്തിനാ കരയുന്നേ? അച്ഛൻ വെറുതെ കരഞ്ഞ കരയണ്ട കേട്ടോ. കരയണ്ട. അമ്മ ഈ മൂട് മാറാൻ നല്ലൊരു പാട്ട് പാടാൻ. അല്ലേലും ഒരു പാട്ട് പാടണമെങ്കിൽ ഇപ്പൊ ഇവിടെ ഞാനേ ഉള്ളല്ലോ. അമ്മയല്ലേ ഞങ്ങളുടെ ആസ്ഥാന ഗായിക അല്ല പൊന്നൂസേ? കരയുന്നോ പുഴ ചിരിക്കുന്നോ? സന്തോഷം തരുന്ന പാട്ട് പാട്. ആ, ചിരിപ്പിക്കാൻ പറ്റിയ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവളിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു കോപ്രായം കാണിക്കൂല. നീ അത് ഫോണിൽ പിടിക്കാറില്ലേ? അത് വല്ല പറഞ്ഞ ഇട്. റീൽസ് ആണോ? അത് തന്നെ. അതെല്ലാം കാണിച്ചപ്പോ എല്ലാവർക്കും കൂടെ ഒന്ന് ചിരിക്കാം. അതേ കുഞ്ഞു വരെ ചിരിക്കുന്നു. പൊന്നു സിരിച്ച്. അമ്മ പണ്ട് എന്നെ പാടി ഓർക്കുന്നൊരു പാട്ടില്ലേ? അത് ശരി. അതൊന്ന് പാട്. കണ്ണും പൂട്ടിയുറങ്ങുക നീയൻ കണ്ണേ പുന്നാര പൊന്നുമകളെ. കണ്ണും പൂട്ടി ഉറങ്ങുക നീയൻ കണ്ണേ പുന്നാര പൊന്നുമകളെ. താരാട്ടു പാടുവാനമ്മയുണ്ടല്ലോ, താളം പിടിക്കുവാൻ അച്ഛനുണ്ടല്ലോ. കണ്ണും പൂട്ടിയുറങ്ങുക കണ്ണേ തിങ്കൾ പൂവേ ചിരിയെഴുതിയണയുനീ വനവും വനയും ഒളി തിരയവേ ഇരയായ പൂവമ്പിളി തെളിവാർന്ന തേനം. Some of the diseases and disorders caused by deficiency of vitamins and minerals. Yes. അക്ഷര സുരേഷ് കുമാർ. മിസ്, അക്ഷരയെ കൂട്ടിക്കൊണ്ടുപോകാൻ ചേട്ടൻ വന്നിട്ടുണ്ട്. ബാഗ് എടുത്ത് ചെന്നോ. ഇഷ്ടായോ? ഇല്ല മച്ചി, ഞാൻ എടുത്തോട്ടെ. പിന്നെന്താ, ഇത് മോളെ കുഞ്ഞല്ലേ, നീ എടുത്തോ മോളെ.
സന്തോഷമേ സന്തോഷമേ ലലാ ലലാ സന്തോഷമേ സന്തോഷമേ